പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വെള്ളിയാഴ്ച സർവീസായി ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പറയുവാൻ ഒരു കാര്യമേ ഉള്ളൂ: ദൈവം നമ്മളെ എത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടത്തിൽ ലോകം പല സാഹചര്യങ്ങളിലൂടെ, പല വെല്ലുവിളികളിലൂടെ കടന്നു പോയപ്പോഴും ദൈവമക്കൾക്ക് അതിനെയൊക്കെ മറികടക്കുവാനുള്ള കൃപ ദൈവം ഹല്ലേലൂയ വിശ്വസ്തതയോട് നമ്മുടെ മേൽ പകർന്നു. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യാസമയം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അർഹിക്കാത്ത, നമ്മൾ ഒരിക്കലും യോഗ്യരല്ലാത്ത ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ദൈവം കൈമാറിയതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. ആ കൃപയെ ഓർത്ത്, ആ ദയയെ ഓർത്ത്, ആ സ്നേഹത്തെ ഓർത്ത് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സ്നേഹത്തെ ഒന്നുകൂടി ഒന്ന് ആഴമായി അറിയുവാൻ, അപ്പോൾ ഒരുമിച്ച് കുടുംബമായി കടന്നു വന്ന് അങ്ങയുടെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു പരിശുദ്ധനെ. അപ്പോൾ തൻ്റെ മക്കൾ എവിടുന്നൊക്കെ ഞങ്ങളുടെ ഒപ്പം ചേരുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരെ തൊടാൻ ഇറങ്ങുന്ന കൃപകൾക്കായി നന്ദി അപ്പാ. അപ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്താൽ അവരെ പൂർണ്ണമായി അങ്ങ് നിറയ്ക്കുന്ന കൃപകൾക്കായി നന്ദി. എല്ലാ മാനവ മഹത്വം അങ്ങയ്ക്ക് മാത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മുൻപോട്ടുള്ള ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് വളരെ പ്രത്യേകമായ ചിലത് നമ്മുടെ മേൽ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. അതിനു മുമ്പേ ദൈവസന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ആരാധനയുടെ ഈ സമയത്തിലേക്ക്, ഈ വേളയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അധികമൊന്നും സംസാരിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, അധികം മുഖവരകൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ സ്തുതിയിലേക്കും ആരാധനയിലേക്കും പ്രവേശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാസം ഓർമ്മകളെ, കർത്താവുമായിട്ടുള്ള ഓർമ്മകളെ ശേഖരിക്കുവാനും പ്രാപിക്കുവാനുള്ള മാസമായതുകൊണ്ട് പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ, ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഈ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. ഒരുമിച്ച് ചേർന്ന് അവൻ്റെ ഹൃദയത്തെ അന്വേഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഒരിക്കൽ കൂടെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ചേർന്ന് പാടാം. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപച്ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പതിനായി കുരിശെടുത്തു ഗൊൽഗോഥായിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ.
മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ലോകരാജാക്കന്മാരെ ഭരിച്ചു വാഴും മേഘനായകൻ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും മേഘനായകൻ. ചേർന്ന് പാടാം. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും മേഘനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിനക്ക് സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോൻ. ലോകപാപ ചുമടിനെ ശിരസ്സുകൊണ്ട് ചുമന്നൊഴിപ്പതിനായി കുരിശെടുത്തു ഗോൽഗോഥായിൽ പോയോനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. 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 നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ യേശുദേവനെ. നൃത്തത്തോടെ ഉല്ലാസത്തോടുകൂടെ യേശുദേവനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും മേഘനായകൻ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും മേഘനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ. നിന്നെ കാണുവാൻ
തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണൂർ നിറഞ്ഞ ലോകത്തിൽ നിന്നു നാം പോയി മറയുമേ, പോയി മറയുമേ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണിമയ്ക്കുന്നോടി നേരത്തു ചേരുമാവിൻ പുരിയതിൽ, കണ്ണിമയ്ക്കുന്നോടി നേരത്തു ചേരുമാവിൻ പുരിയതിൽ. സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, സിയോമണാളനേ, ശാലോമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഓ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. 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 എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും.
സ്തുതിച്ചിടുമെന്നും. സുന്ദരനാം മനോഹരാ, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരഞ്ചാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരഞ്ചാരന്മാരെ വാരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല. പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാ മനോഹര, പ്രാകൃതരഞ്ചാരന്മാരെ വാരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഓ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരഞ്ചാരന്മാരെ വാരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഓ സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപ്പൻ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നൊരാപ്പൻ, പ്രിയനോടുള്ള അനുരാഗം കവർന്നി. മാണിക്യം വേടിയുകില്ല ഞാൻ, മണ്ണി മാണിക്യം വേടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടും. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ.
കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ പാലിക്കുമോ ഈ മണ്ണെ പ്രതി മാണിക്യം പേടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം പേടിയുമില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ പാലിക്കുമോ ഈ ഈ മണ്ണെ പ്രതി മാണിക്യം പേടിയുമില്ല. ഈ മണ്ണെ പ്രതി മാണിക്യം പേടിയുമില്ല. ഓ പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ പാപത്തിനാഴത്തിൽ വീണു. കയറുവാൻ കര കാണാതുഴലുന്ന നേരം നേടിടാം സ്നേഹക്കൊടിയാൽ. കയറുവാൻ കര കാണാതുഴലുന്ന നേരം നേടിടാം സ്നേഹക്കൊടിയാൽ. പോക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. കണ്ണീരിൽ വിതയ്ക്കുകിൽ ആർപ്പോട് കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ. കണ്ണീരിൽ വിതച്ചിടൽ ആർപ്പോട് കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ. വാങ്ങാൻ പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിടാം സ്തോത്ര സംഗീതം. വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിടാം സ്തോത്ര സംഗീതം. പോക്കളത്തിൽ നാം പൊരുതുക ധീരരായ യേശുവിൻ നാമമതേന്തി. പോക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. ക്രൂശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം. ക്രൂശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി യേശുവിൻ നാമമതേന്തി. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പെയ്യിൻ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പെയ്യിൻ കോട്ട.
ജയമെടുത്തിടാൻ ജയം വീരൻ വരുവാൻ താമസമില്ലിനിയേറെ. ജയമെടുത്തിടാം ജയം വീരൻ വരുവാൻ താമസമില്ലിനി വേറെ. പോർക്കളത്തിൽ നാം യേശുവിൻ നാമമതേകി. പോർക്കളത്തിൽ പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷം കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. ക്രൂശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം. 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 കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാത തേടി. ക്രൂശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം. 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 ക്രൂശിലെ സ്നേഹം, ക്രൂശിലെ സ്നേഹം. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ. പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേർക്കായി, എൻ പേർക്കായി. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ക്രൂശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Greetings to all of you in the name of Lord and Savior Jesus Christ. ഒരു വെള്ളിയാഴ്ചയോട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank Lord for this opportunity that God has given us to worship God on this one more Friday. നമ്മൾ ഈ 2021 അവസാന മാസത്തിലെത്തിയിരിക്കുക. We have reached the last month of this 2021. എത്ര മനോഹരമായ, എത്ര അത്ഭുതകരമായ ഒരു വർഷമായിരുന്നു 2021. What a wonderful and beautiful year this year 2021 was. ദൈവത്തിന് ചില വിലയേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാസമായി ഡിസംബർ. This month of December is where God wants to do some valuable things in our life. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുമായിട്ട് വ്യക്തിപരമായുള്ള ബന്ധത്തിൽ ചില വിലയേറിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുള്ള മാസമാണ് ഡിസംബർ മാസം. Pay attention. In personal life, in relation to your personal life, God wants to do some precious things. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തത് ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. And those are things that God wants to do that you will never forget in your life. ദൈവത്തെ അടുത്തറിഞ്ഞവർക്ക് അത് വ്യക്തമായി ആത്മാവിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Those who have been intimate with God can sense it in their spirit. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ എല്ലാ സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുക. Because the world is nearing its end, thus proves all the incidents that is happening in the world. ചൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ നമ്മളുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ, നമ്മളെ ചേർപ്പാൻ വരാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ തെളിയിക്കുന്നു. If I be more specific, our dear beloved Jesus Christ, the return of his is very near, and the world is proving it by each things that are happening in the world. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഞങ്ങളോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. We greet each person who are connecting with us from different parts of the globe for this meeting tonight. ഞാൻ 2 ആഴ്ചയായി പറയുന്നത് പോലെ പറയുന്നു, ഈ ഡിസംബർ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. I repeat what I have been saying for the last 2 weeks. Do not miss this December. ഈ ഡിസംബറിൽ കർത്താവ് ചില പേഴ്സണൽ വ്യക്തിപരമായ ചില വിലയേറിയത് കൈമാറാൻ, വിലയേറിയത് അനുഭവങ്ങൾ നിങ്ങൾക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. Holy Spirit desires that in personal relationship he gives to you some precious and valuable things to you. ഇത്രയും നാൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്ത ദൈവത്തിൽ നിന്ന് വ്യക്തിപരമായി ചിലത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠമാണ്. Receiving something precious and valuable from the God that we have been worshipping and praying to all these years, how great would that be? ശദ്രക്ക് മേശക് അബേദ്നഗോയോട് ചോദിച്ചാൽ പറയും, ഞങ്ങളൊരു ദൈവത്തെ വിശ്വസിച്ചിരുന്നു. If you ask Shadrach, Meshach, Abednego, they will say, we believed in a God ഞങ്ങളൊരു ദൈവത്തെ ആരാധിക്കുന്നു, and we worship a God, ഞങ്ങളൊരു ദൈവത്തിൽ ആശ്രയിക്കുന്നു, and we have our faith in a God, ഞങ്ങൾ ആ ദൈവത്തിൻ്റെ മുൻപിൽ ആ സകല പ്രമാണങ്ങളും അനുഷ്ഠിച്ചാ ജീവിക്കുന്നു, and we keep all of his commandments and we live accordingly. എന്നാൽ ഒരു പ്രത്യേക മൊമെന്റിൽ ഒരു തീക്കുണ്ടം വെളിപ്പെട്ടപ്പോൾ, ഒരു അഗ്നിജ്വാല വെളിപ്പെട്ടപ്പോൾ അവിടെ ഞങ്ങൾ വിശ്വാസത്തിൽ ആരെ ആരാധിച്ചോ ആ ദൈവത്തെ അനുഭവിക്കാൻ തുടങ്ങി. Yet when a fiery furnace was revealed, when we saw a fiery furnace, the God that we had faith on, we started experiencing that God. അപ്പം ദൈവം പറയുന്നു, അവർക്ക് ആ തീക്കുണ്ടം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുപോലെ ആത്മാവിൽ സഞ്ചരിക്കുന്ന ദൈവം ഇതിൽ ഈ ഡിസംബർ ഇമ്പോർട്ടൻ്റ് ആണ്. So God is saying how important it was for them, the fiery furnace, how important it was for them, that much important it will be for those who are traveling in the spirit. ഒരാംഗിളിൽ നോക്കുമ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നഗോവിന് തീജ്വാല അല്ലെങ്കിൽ ആ തീക്കുണ്ടം അവർക്കൊരു പ്രശ്നസ്ഥലമായിട്ട് തോന്നും. If you watch it from one angle, for Shadrach, Meshach and Abednego, the fiery furnace was a place of problems.
പക്ഷെ ഒരു ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു ദൈവം ഇതിന് അത് പ്രോബ്ലം സ്ഥലമല്ല, അത് എൻകൗണ്ടറിൻ്റെ സ്ഥലമാണ്. But somebody who has nearly experienced God, that is not a place of problem but a place of encounter with God. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയേ, യോഹന്നാനൊക്കെ പത്മോസിനെ കുറിച്ച് ഒരു പ്രോബ്ലമാറ്റിക് പ്ലേസ് ആയിട്ടല്ല എഴുതുന്നത്. Hence, if you are careful, you can understand John doesn't mention Patmos as a place of problem. പകരം അത് ദൈവാത്മാവിൻ്റെ ഇടപെടലുകളുടെ സ്ഥലമായിട്ടാണ് എഴുതിയത്. Instead, he writes it down as a place where the Holy Spirit interacts with him. കാരണം നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യോഹന്നാനോട് ദൈവം ചോദിക്കൊണ്ട് നീ എന്ത് കാണുന്നു അത് എഴുതാൻ പറയുന്നു. When you look into Revelation, the book of Revelation, God asked John, what do you see? Write it down. പത്മോസിനെ കുറിച്ച് ഒരു കാര്യവും അവൻ എഴുതിയിട്ടില്ല. And he never writes down anything about Patmos. അപ്പൊ പത്മോസ് അല്ല അവൻ അവിടെ കണ്ടത്. So he did not see Patmos there. പത്മോസിലെ ദൈവിക പ്ലാനാണ് അവൻ കണ്ടത്. He saw God's plan in Patmos. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡിസംബറിനെ അല്ല നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. And that's why you don't look at December. പകരം ഡിസംബറിലെ ദൈവിക പ്ലാൻ അത് വിലയേറിയതാണ്. But the plan for God in December, that is precious. ഈ ഡിസംബറിലെ ചില പ്രത്യേക നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. Some special moments God has separated from this December for you. അർബനാസ ഞാനൊന്നുകൂടെ പറയുന്നു, I repeat, ഡിസംബറിലെ ചില നിമിഷങ്ങൾ, ചിലർക്ക് ചില ദിവസങ്ങൾ, ചിലർക്ക് ചില മണിക്കൂറുകൾ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. some moments of December, for some days, for some hours, God is separating for you. ചില ദിവസങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സാധാരണമായിട്ട് നിനക്ക് തോന്നും. Some days when you wake up, you will feel it is something different. പക്ഷെ അത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് ദൈവം തെളിയിക്കും. But before it ends, God will prove that it was a special day. ചില ദിവസം നീ പ്രാർത്ഥിക്കുമ്പോൾ അത് നോർമലായിട്ട് തുടങ്ങും. Some days you'll start praying in a normal way. പക്ഷെ അവസാനിപ്പിക്കുന്ന നോർമൽ ആയിരിക്കത്തില്ല. But when you end that prayer, it will not be the same. ചില ദിവസങ്ങൾ നീ നോർമലായിട്ടായിരിക്കും ബെഡിൽ വിശ്രമിക്കാൻ പോകുന്നത്. Some days you will take rest in your bed in a normal manner. പക്ഷെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് നീ നോർമൽ ആയിരിക്കത്തില്ല. But when you get up from the bed, it will not be ചില normal. വിശേഷപ്പെട്ടത് നിനക്ക് സംഭവിക്കാൻ പോവാ. Some special things are going to happen to you. ചില വിലയേറിയത് നിനക്ക് സംഭവിക്കാൻ പോവാ. Some precious things are going to happen to you. അതിനുവേണ്ടി തയ്യാറാകുക. And be ready for that. ഞാൻ ഇതെന്തിനാ എല്ലാ ദിവസവും ആവർത്തിക്കുന്നതെന്നറിയാവോ? Why do I repeat this often? ഈ സീസൺ നിനക്ക് നഷ്ടപ്പെടല്ലേ. So that you don't miss this ഈ season. ഡിസംബർ നിനക്ക് നഷ്ടപ്പെടല്ലേ. This December you shouldn't miss. ഈ ഡിസംബറിനെ ബേസ് ചെയ്തായിരിക്കും നിന്റെ 2022 പോകുന്നത്. Based on this December, your 2022 will be planned. നിന്റെ ഫെയ്ത്ത് മാറണം ഈ മാസം. In this month, your faith should shift. നിന്റെ കണക്കുകൂട്ടലുകൾ പൊളിയണം ഈ മാസം. Your logic should break in this month. നീ പുതിയൊരു വെളിപ്പാടിലേക്ക് കയറണം. You must come into a new revelation. നിന്നെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ പുതിയൊരു ചുവടിലേക്ക് നീ The കയറണം. promises that are on you, you should step into a new realm of that. നിന്റെ ആരാധനയുടെ സ്റ്റൈല് മാറണം. The style of your worship has to നീ change. ദൈവത്തെ സീക്ക് ചെയ്യുന്ന സ്റ്റൈല് മാറണം. The way you seek God has to change. നീ ദൈവത്തെ ഒബ്സർവ് ചെയ്യുന്ന സ്റ്റൈല് The മാറണം. way you observe God has to change. ഭയങ്കര ദൈവ സാന്നിധ്യം മൂവാകുക. Oh, the presence of God is moving mightily. കാരണം നിന്റെ സിസ്റ്റം ഒന്ന് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. Because God desires to change your system. നീ ആരാധിക്കുന്ന സ്റ്റൈല്, The way of your നീ worship, പ്രാർത്ഥിക്കുന്ന സ്റ്റൈല്, the pattern of your prayer, നിന്റെ ഫെയ്ത്ത് ലൈഫ്, the faith life that you have, നിന്റെ ടോക്കിംഗ് സ്റ്റൈല്, the pattern of your talking, നിന്റെ തോട്ട് പ്രോസസ്, ചിന്താമണ്ഡലം, your mindsets. ഇതെല്ലാം ദൈവാത്മാവ് കയറി നിയന്ത്രിക്കാൻ ആരംഭിക്കാം. Holy Spirit is coming in and start controlling those നിന്നെ ഒരു areas പുതിയ ആളത്വമാക്കാൻ, and making you a new personality, നിന്നെ ഒരു പുതിയ ലെവലിൽ 2022 കയറ്റാൻ, and to take you into 2022 in a new realm, പുതിയ ലെവലിൽ പ്രാർത്ഥിക്കുന്നവനായി, so that you may pray in a different level, പുതിയ വെളിപ്പാടിൽ ആരാധിക്കുന്നവനായി, worship in a new revelation, നീ എല്ലാ മേഖലയിലും ഒരു അപ്ഗ്രേഡ് ചെയ്ത വ്യക്തിയായി, so that in every way that you are upgraded. നിന്നെ 2022 പ്രവേശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires for you to enter into 2022 like that. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നു? How many of you understand this word that I'm saying? അതുകൊണ്ട് ഈ 2021 ഡിസംബർ നീ ഒരിക്കലും സാധാരണയാന്ന് കണ്ട് നീ കളയരുത്. So do not consider this December as normal and waste it. എല്ലാ വർഷത്തിൻ്റെയും ഡിസംബർ
സഞ്ചരിക്കുന്ന പോലെ ഈ ഡിസംബർ നീ സഞ്ചരിക്കല്ലേ. Don't journey this December as all the Decembers you have journeyed so far. പകരം ഇതൊരു സ്പെഷ്യലാ. Instead, this is a special. എല്ലാവർക്കും പത്മോസ് വേറൊരു ലെവലാ. For everyone, Patmos is something else. പക്ഷെ യോഹന്നാൻ ഇത് ഹൈ ലെവലാ. But for John, this is the ഇത് higher level. യുണീക്കാ യോഹന്നാൻ. For him, it is unique. നെബൂഖദ്നേസറേ, നിന്റെ തീക്ക് ഒരു സ്പെഷ്യൽ സ്വഭാവമുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ അത് സെയിമാ. Nebuchadnezzar, the fire that you are bringing, it has a character. It is same before everybody. പക്ഷേ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഇത് സെയിം അല്ല. But for Shadrach, Meshach and Abednego, this character is ഇത് not same. വ്യത്യസ്തമാണ്. It is different. അതുകൊണ്ട് Hence, ലോകത്തിന് ഡിസംബർ സെയിം ആയിരിക്കും. for the world, December may be same. പക്ഷെ നിനക്കിത് ഡിഫറെന്റ് ആണ്. But for you, it will be different. ഇത് നിനക്ക് ഡിഫറെന്റ് ആക്കി നീ മാറ്റണം. You have to make it different for ഇത് yourself. ഡിഫറെന്റ് ആക്കാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കർത്താവുണ്ട്. And God is available to help you to make this different. നിന്റെ ബെഡ്റൂമിനെ അതിനുവേണ്ടി ദൈവം സെലക്ട് ചെയ്യുന്നുണ്ട്. God is selecting your bedrooms for that. നിന്റെ പ്രയർ ടൈമിനെ ദൈവം അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. God is selecting your prayer times for that. നിന്റെ ആരാധനയെ അതിനുവേണ്ടി ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. God is selecting your worship for that. നിന്റെ ഓരോ ദിവസത്തെയും നിന്റെ ദിനചര്യകളിൽ പോലും ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. God is desiring to even interfere in everything that you do in your നിന്റെ life. കിച്ചണിൽ പോലും അവന് ഇടപെടാൻ കഴിയും. Even in your kitchen, He can interact with you. ഞാൻ അതിനൊരു വാക്ക് പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് പിടികിട്ടും. I will make it clearer to you. ബഥാനിയയിലെ ഭവനത്തിൽ യേശുണ്ട്. In the house of Bethany, Jesus is there. യേശു ഇരിക്കുന്നിടത്ത് ഒരാൾ പാദപീഠത്തിലുണ്ട്. Somebody sitting at the foot of Jesus Christ. അവിടെ ചിലത് നടക്കുന്നുണ്ട്. And something is happening over there. അപ്പൊ തന്നെ അടുക്കളയിലും ചിലത് നടക്കുന്നുണ്ട്. At the same time, in kitchen also something is happening. കിച്ചണിൽ നടക്കുന്നത്, കിച്ചണിൽ മാർത്തയുണ്ട്. In kitchen, Martha is there. അവിടെ മാർത്ത കുഴയുന്നു. And she is getting worried over there. അപ്പൊ നിങ്ങൾ ചിലത് മനസ്സിലാക്കണം. So you have to understand something. ചിലയിടത്ത് നീ കുഴയുന്നത് ദൈവം നിന്റെ അടുക്കലുള്ളതിന്റെ തെളിവാ. If you are being wearisome somewhere, that means Jesus is closer to you. മാർത്ത, നിന്റെ വീട്ടിനകത്ത് കർത്താവ് ഉള്ളതിന്റെ തെളിവാണ് നീ നിന്റെ അടുക്കളയിൽ കുഴയുന്നത്. Martha, this is the proof that Jesus is at your home, that you are getting weary in the kitchen. അതിന്റെ അർത്ഥം That means എന്നേക്കുമായി ഈ കുഴച്ചിൽ മാറാൻ പോവാ. the wearisome is going to be removed from your life forever. ഡിസംബറിൽ ചില കുഴച്ചിലുകൾ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires to remove some wearisome from your life. നാളുകളായിട്ടുള്ള ചില കുഴച്ചിലുകൾ, Some worries that has been continuing for lifetime. വർഷങ്ങളായിട്ടുള്ള ചില വറീസ്, ചില കുഴച്ചിലുകൾ, Some worries that has been following you for years. അത് ചില ദിവസങ്ങൾ അങ്ങ് ശാന്തമാകും. Some days it is normal. ചില സമയങ്ങൾ അത് ശാന്തമായിരിക്കും. Sometimes it is not moving. പക്ഷെ ആ ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ പിന്നെ അത് വേറൊരു രീതി വരിക. But after a period, it is coming in a different manner. അതിന് ഈ ഡിസംബർ അറുതി വരുത്തുന്ന മാസമാണ്. And this December will be the time to stop it. യെസ്, അത് ദൈവം തിരുത്തുന്ന മാസമാണ്. God is going to change that. കാരണം ഈ ഡിസംബറിൽ അവൻ നിന്റെ അടുക്കലുണ്ട്. Because in December, God is nigh to അവൻ you. നിന്റെ അടുക്കലുള്ളപ്പോൾ When He is near to you, ഈ കുഴച്ചിലിന് ഇനി മുന്നോട്ട് പോകാൻ now പറ്റില്ല. you cannot carry on in this അത് worry. അടുത്ത വിടുതലിലേക്ക് കയറാൻ പോവാ. Now it is entering into a next deliverance. അതേസമയം At the same time, ചിലർക്ക് വേണ്ടി ആ പാതപടം ഒരുങ്ങിയിരിക്കുക. for some, the foot is ready. അവിടുത്തെ അതേ വീട്ടിൽ മറിയയ്ക്ക് വേണ്ടി ആ പാതപടം റെഡിയാ. In that same house, for Mary, that foot is available. നിന്റെ വീട്ടിൽ ചിലരുടെ കുഴച്ചിലുകൾ ഈ സാന്നിധ്യം മാറ്റും. In your house, some worries are going to be changed by the അതേ presence. സമയത്ത് ചിലർക്ക് ഇരിക്കാൻ വേണ്ടി ആ പാതപടം ഒരുങ്ങുക. And for some, a foot is going to be prepared for some people to sit and receive. അത്ര പേര് മനസ്സിലാക്കുന്നു. How many of you understand? അവന്റെ പാതപടം റെഡിയാ നിനക്ക് വേണ്ടി. His foot is ready for you. നിന്റെ കുഴച്ചിലുകൾ മാറ്റാൻ അവന്റെ സാന്നിധ്യം റെഡിയാ. His presence is ready to remove your worries. അപ്പൊ തയ്യാറാകുക. So be ready. ഡിസംബർ സ്പെഷ്യലാ. December is special for you. ഡിസംബർ യൂണീക്കാ. December is unique for you. കാരണം Reason, കർത്താവ് നിന്റെ കൂടെ ഏറ്റവും അടുത്ത്. because God is very near to you. എന്ന് പറഞ്ഞാൽ ഇതുവരെ കർത്താവ് നിന്ന ഒരു ലെവലിലല്ല, ഇച്ചൂടെ നിനക്ക് റിവീലാകാൻ അവൻ ആഗ്രഹിക്കും. That means not in the way that God was with you for till now, but He wants to reveal Himself a little more to you. പത്രോസ് യോഹന്നാൻ യാക്കോബിനോട് പറഞ്ഞു, ബാ കേറി വാ. Jesus says to Peter, James and John, come with me. കേറി വാ. Come with me.
നമുക്ക് പോവാം. Let us go. മറുരൂപമലയിലോട്ട്. Where? To the Transfiguration Mount. കയറുമ്പോ അത് മറുരൂപമലയല്ല. When they are climbing, it is not a Transfiguration Mount. യേശുവിന്റെ കൂടെ കയറുന്ന ഒരു മലയാ. That is only a mount that they are climbing with Jesus. പക്ഷേ ആ മലയുടെ മുകളിലെത്തിയപ്പോൾ But when they reach the top of the ആ mountain, മലയുടെ പേര് മാറി. the name of the mountain അത് changed. മറുരൂപമലയായി It was called Transfiguration Mount. അതുകൊണ്ട് ഈ ഡിസംബർ Hence December, ചിലരുടെ മറുരൂപമലയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ some people are going to have an experience of transfigured mountain. നിനക്കറിയാവുന്ന ഒരു യേശുണ്ട്, You know a Jesus, നീ വിശ്വസിച്ച ഒരു യേശുണ്ട്, a Jesus that you believed in, പക്ഷെ അതിന്റെ ഹയർ ലെവലിൽ നീ അവനെ കാണുന്നു. but you're going to see him on a higher level. ഓ, നീ വിശ്വസിച്ചതിന് അപ്പുറത്ത് അവനെ ദർശിക്കുന്നു. Whatever you have believed so far, to see him in a different, in a higher level, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് അവനെ കാണുന്ന beyond your thoughts. അർത്ഥന നിന്റെ കേട്ടുകേൾവി, Whatever you have നിന്റെ heard, വിശ്വാസത്തിൽ നീ രൂപപ്പെടുത്തിയതിനപ്പുറത്ത് കർത്താവിനെ കാണുന്ന മാസം. whatever you have heard and you have thought up in your mind, to see him in a way that is beyond that. എത്ര പേർക്ക് മനസ്സിലാവുന്നു? How many of you understand? ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ മാസമാണ്. This is a month of great works of God. ഈ മെസ്സേജ് നീ കേൾക്കുമ്പോൾ When you hear this message, ചിലതിനു വേണ്ടി നീ പ്രിപ്പയർ ആകാം. prepare yourself for some things. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാവോ? Can we just close our eyes? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our Heavenly Father, നീ ഞങ്ങളോട് പറഞ്ഞു ഡിസംബർ ശ്രേഷ്ഠമായ മാസമാണ്. you told us that December is a special month. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചതിലും Whatever we have thought about, ഞങ്ങൾ വിശ്വസിച്ചതിലും whatever we have believed, ഞങ്ങൾ കേട്ടതിലും whatever we have heard, അപ്പുറത്ത് നിനക്ക് Beyond. ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാനുണ്ടല്ലോ. we know that you want to reveal yourself to us beyond that. അപ്പൊ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. Father, we submit ourselves for that. പത്രോസും യോഹന്നാനും യാക്കോബും ആ മല ചവിട്ടിയപ്പോൾ അത് മറുരൂപമലയായി മാറാൻ പോകുന്നു അവർ അറിഞ്ഞില്ലപ്പാ. When Peter, James and John climbed up the mountain, they did not know that it is going to be a transfiguration mountain. അവർ കണ്ട ഒരു യേശുണ്ട്, There's a Jesus that they have അവർ seen, കേട്ട ഒരു മോശയുണ്ട്, a Moses that they have heard about, അവര് ഗ്രഹിച്ച ഒരു ഏലിയ ഉണ്ട്. Elijah that they have understood. പക്ഷെ ഇവരുടെ എല്ലാം ചിന്തകൾക്കപ്പുറമായി, But beyond even their imagination, ഇവരുടെ വിശ്വാസത്തിനപ്പുറമായി, even beyond their faith, ഇവരുടെ ഗ്രഹിച്ചതിനപ്പുറമായി, even beyond what they have understood, അവർ ക്രിസ്തുവിന്റെ മഹിമയും മോശയെയും ഏലിയാവിനെയും കണ്ടതുപോലെ just like they saw the glory of Jesus and Moses and Elijah. പത്മോസിൽ യോഹന്നാൻ ഒരു യേശുവിനെ കണ്ടു. In Patmos, John saw Jesus. അതിനു മുമ്പ് കണ്ടവനെ അല്ല അവൻ കണ്ട. It was not the same Jesus that he's seen ആ before. യേശുവിന്റെ മാറിടത്തിൽ അവൻ ഇരുന്നിട്ടുണ്ട്. He has been at the bosom of Jesus before. യേശു ക്രിസ്തുവിന്റെ മാറിടത്തിൽ അവൻ ഇരുന്നിട്ടുണ്ട്. He has been at the bosom of Jesus before. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നതാ. He has walked with Jesus 3.5 years. ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം പലയിടങ്ങളിലും യേശുവിനെ അവൻ ദർശിച്ചതാ. After resurrection, he has seen Jesus in different places. പക്ഷെ പത്മോസിൽ അങ്ങനല്ല അവൻ കണ്ടേ. But in Patmos, he did not see in the same manner. അവന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അവന്റെ ധാരണകൾക്കും അപ്പുറത്തെ യേശുവിനെ കണ്ടു. Even beyond his thoughts and imagination and understanding, beyond that, he saw Jesus. ഞങ്ങൾക്ക് അങ്ങനെ യേശുവിനെ ഈ മാസത്തിൽ കാണണം. We want to see Jesus this month. in അങ്ങനെ that വെളിപ്പെട്ട് manner. വരുവാൻ യേശു അപ്പച്ചൻ ആഗ്രഹിക്കുന്നല്ലോ. You desire to reveal to ourselves in that manner. ഞങ്ങൾക്ക് അങ്ങനെ അവനെ ദർശിക്കാൻ കഴിയണം. And we want to be able to see you like that. ഞാൻ ഈ ജനവുമായിട്ട് നിന്റെ അടുക്കൽ വരുന്നപ്പച്ച I come to you with this people ഞങ്ങളെ നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. and we submit ourselves to you. ഞങ്ങൾക്ക് വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാസമായി ഈ ഡിസംബറിനെ മാറ്റിക്കാട്ടെ. Change the December into a manner where there will be mighty changes in us. എല്ലാ മേഖലകളിലും വലിയ വ്യതിയാനം. In every realm there will be a mighty change. ഞങ്ങളുടെ സ്പിരിച്വൽ മേഖലയിൽ, In our spiritual ഞങ്ങളുടെ realm, ഫിസിക്കൽ in മേഖലയിൽ, our physical realm, ഞങ്ങളുടെ ഫാമിലി in മേഖലയിൽ, our family realm, ഞങ്ങളുടെ എല്ലാ മേഖലകളും in all our realms, വലിയ വ്യതിയാനം വരുന്ന മാസമായി. a great change.
ഈ ഡിസംബർ മാറ്റിക്കാട്ടെ. Let this December be such. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. And for that we submit ourselves. മഹത്വം അങ്ങേക്ക്. Glory to you. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. ദൈവം ശക്തമേറിയ ദൈവിക ശബ്ദം തന്ന് നമ്മളെ ഒരുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God that He is preparing us with His mighty words. കാരണം ഡിസംബറിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയാണ്. Because I have great expectations of December. എന്നോട് ഇടപെട്ട ദൈവം എൻ്റെ ജനത്തോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know that the God that spoke to me desires to interact with my people also. എൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന ദൈവം അതിനേക്കാൾ കരുത്തോടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I desire that God that was revealed to me be revealed to you in more mightier way. കർത്താവ് ഈ വർഷം നമ്മളോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൂതാണ് ഒരു തലമുറ. God has been specifically talking to us this year throughout about a generation. നമ്മളൊരു തലമുറയാണ്. We are a generation. പക്ഷെ നമ്മളിൽ നിന്ന് ഒരു തലമുറ പുറത്തു വരണം. But from us need to come out a generation. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കരുത്തുറ്റ ഒരു മണ്ഡലമാണ് തലമുറ എന്നുള്ളത്. In Bible, a great strong area is a portion called generation. നമ്മളതിങ്ങനെ അനലൈസ് ചെയ്തു വരികയായിരുന്നു. And we have been analyzing that. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ നമ്മൾ ജനിപ്പിക്കണം. God desires from us that we may birth a generation. ഇതിനകത്ത് രണ്ട് വിടുതലുണ്ട്. And there are two deliverances in this. ചിലർക്ക് ഫിസിക്കലി ആ തലമുറ ജനിക്കാൻ പോവാം. For some people, they are going to birth a physical generation. ചില ബ്ലോക്കുകൾ അവിടെ ദൈവം മാറ്റാൻ പോവാം. And God is going to remove certain blocks. ജനിക്കത്തില്ലെന്ന് പറഞ്ഞ ചില മേഖലകളെ ദൈവം പൊളിക്കാൻ പോവാം. Some areas that was told that it will not give birth, God is going to break that. രണ്ടാമത് സ്പിരിച്വൽ ജനനം. Second is a spiritual birth. സഭയ്ക്ക് വലുതാണ് സ്പിരിച്വൽ ജനനം. For church, spiritual birth is important. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ഇന്നുവരെ സഭ നിലനിൽക്കുന്നതിന് കാരണം ഈ ജനനം നടന്നുകൊണ്ടാണ്. From the times of apostles till today, the church is established because there is a generation. പക്ഷേ ഇപ്പൊ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് But today God is asking us ക്വാളിറ്റി ഉള്ള ഒരു തലമുറ പുറത്തു വരണം. to bring out a generation that has quality. അതുകൊണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നല്ല. That doesn't mean there were not before. എവിടൊക്കെയോ വീഴ്ചകളുടെ ഇടകാലഘട്ടങ്ങളിലായിട്ട് വരുന്നു. In between periods there were certain faults. ചിലയിടത്ത് ക്വാളിറ്റി കുറയുന്നു. Some areas quality went down. അതുകൊണ്ട് എന്തോടുത്തുന്നു ജനത്തിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. And what happened because of that? There's a confusion among the people. എന്താണ് ശരി, What is right? എന്താണ് തെറ്റ്, What are wrong? ആരാണ് ശരി, Who is right? ആരാണ് തെറ്റ്, Who are wrong? ഇതൊന്നും പറയാൻ പറ്റാത്ത നിലയിൽ സഭ കുഴഞ്ഞു. And church is not able to address that, and there's a chaos. എല്ലാരും അവകാശപ്പെടുന്നു ഞങ്ങളാ ശരി. Everyone claims I am right. ഒരു കൂട്ടർ പറഞ്ഞു അവര് ശരിയല്ല. One group says this group is not right. അടുത്ത ഗ്രൂപ്പ് പറയുന്നു അവര് ശരിയല്ല. Another group blames another group. ബൈബിൾ അങ്ങനെ ഒരു തലമുറയെ കുറിച്ചല്ല പറയുന്നത്. But Bible doesn't speak about such a generation. അതിന്റെ കാരണം എന്താ? What is the reason for that? ദൈവത്തിന്റെ സംവിധാനത്തിനകത്ത് മനുഷ്യന്റെ കൈകടത്തുണ്ടായി. Because man interfered in the systems of God. അതാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞത്. And that is we discussed ദൈവത്തിന്റെ ഇമേജിനകത്ത് in God's image മനുഷ്യൻ കലർപ്പ് കയറ്റി. man adulterated. അതാ നമ്മളെ 5-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 5-ൽ നമ്മൾ പറഞ്ഞത്. That's what we spoke about in Genesis chapter 5. അതിന്റെ 1-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, In the first verse God says ആദാമിന്റെ വംശപരമ്പര. the genealogy of ദൈവം Adam, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. that when God created man, he created man in his likeness. 3-ാം വാക്യം വന്നപ്പോൾ And the third word, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. when Adam was 130 of age, he gave birth to a son who was in his own likeness and his image. ഇപ്പം മനുഷ്യന്റെ തുടക്കം So the beginning of man, ദൈവത്തിന്റെ സ്വരൂപത്തിൽ. it was in the likeness of God.
അത് 130 വർഷം കഴിഞ്ഞപ്പോൾ But after 130 years went, എന്ന് പറഞ്ഞാൽ means ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം 130 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്വരൂപം ആദാമിന്റെ സ്വരൂപമായി മാറി. after they came out of the Garden of Eden, 130 years later, that image became the image of Adam. ദൈവത്തിന്റെ സ്വരൂപത്തിൽ പാപമില്ല. In God's likeness, there is no sin. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ലംഘനമില്ല. In God's likeness, there is no transgression. ദൈവത്തിന്റെ സ്വരൂപത്തിനകത്ത് മനുഷ്യേഷ്ടമില്ല. In God's likeness, there is no will of man. പക്ഷേ ശേത്തിന്റെ സ്വരൂപത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. But in Seth's likeness, all of these things are there. ആദാമിന്റെ ഇഷ്ടം, Adam's desires, ആദാമിന്റെ ലംഘനം, Adam's transgression, ആദാമിന്റെ പാപം, Adam's sin, ആദാമിന്റെ വില്ല്. Adam's will. ഇതാണ് മനുഷ്യന്റെ കൈകടത്തം എന്ന് പറയുന്നത്. When man interfered into it. ഇപ്പൊ സഭയെക്കുറിച്ച് പറയുമ്പോൾ എന്തുവാ? So what does it say about when we talk about church? യേശു കർത്താവ് തന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാ സഭയിലുള്ള. Jesus Christ by his blood justified, and those people are there in the church. അതുകൊണ്ട് യേശു കർത്താവ് റോമാലേഖനത്തിൽ പൗലോസിനെ കൊണ്ട് ചോദിപ്പിക്കുന്നു, ഞാൻ നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? And that's why Jesus makes Paul write in Romans that one whom I have justified, who will condemn? ആ വാക്യം ഞാൻ നിങ്ങൾക്കൊന്ന് തരാം. And I will give you that verse. റോമാലേഖനം 8-ാം അധ്യായം Romans chapter 8. 8:31 പറയുന്നു, Chapter 8 verse 31 says, ഇതു സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? what shall we say then of these ദൈവം things? നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. If God be for us, who can be against us? 33-ാം വാക്യം, And verse 33, ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? who shall lay anything to the charge of God's elect? നീതീകരിക്കുന്നവൻ ദൈവം, It is God that justifieth. ശിക്ഷ വിധിക്കുന്നവൻ ആര്? Who is he that condemneth? അതിന്റെ അർത്ഥം That means ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തത്, God selected me, ദൈവമാണ് എന്നെ നീതീകരിച്ചത്, God justified me. അപ്പൊ ശിക്ഷ വിധിക്കേണ്ടത് ദൈവമാണ്. So even condemnation should come from God. അതാർക്കും ദൈവം കൊടുത്തിട്ടില്ല. And God has not given that up to anybody else. ഇപ്പൊ ഇത് ചെയ്യുന്ന ആരാ? But who is condemning and judging? തെരഞ്ഞെടുക്കുന്നതിനകത്ത് മനുഷ്യന്റെ കൈകടത്തായി. Even in election, man has put his interference. നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നതിനകത്ത് മനുഷ്യന്റെ കൈകടത്തായി. In declaring somebody justified, man is interfered. ശിക്ഷ വിധിക്കുന്നതിനകത്തും മനുഷ്യന്റെ കൈകടത്താൻ തുടങ്ങി. And even in passing judgment, man has started interfering. ചിലരെ മാറ്റി നിർത്താൻ സഭ തുടങ്ങുന്നു. Church is now ready to separate some people. അവര് പറഞ്ഞു ഇത് പാപമാ, And they are declaring some things as sin. പാപം ഏതല്ല എന്ന് തീരുമാനിക്കുന്ന മനുഷ്യനല്ല. So it is not man who decides what is sin and what is not. അതിനാ നമുക്ക് ഈ വചനം തന്നേക്കുന്നത്. And we have the word of God for that. ആ പാപത്തിൽ നിന്ന് ഒരുവനെ പുറത്തെടുക്കുന്ന കർത്താവാ. A God is who brings out somebody out of a sin. ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത അനുസരിച്ച് According to the word of God, ഒരു വ്യക്തിക്ക് നീതീകരിക്കപ്പെടാൻ ഏത് സമയത്തും പറ്റും. a person can be justified any moment. ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ഏത് നിമിഷവും പറ്റും. A person can be freed from sin any moment. ഒരുവൻ ദൈവത്തിന്റെ പ്രിയനാകാൻ ഏത് നിമിഷവും പറ്റും. Someone can become beloved of God any moment. അപ്പൊ ഈ മേഖലകളിലെല്ലാം മനുഷ്യൻ കൈകടത്ത് നടത്തി. But man has interfered in all of these places. വചനം പറയുന്ന ക്രിസ്തുവിനെ മനുഷ്യൻ അവതരിപ്പിച്ച ഒരു ക്രിസ്തുവായി മാറി. The Christ that the word reflects, man started reflecting a different Christ. അതിന്റെ തെളിവാ. And the proof for that, ഒറിജിനൽ യേശു വന്ന് ജനത്തിനിടയിൽ നിന്നിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല. the real Jesus has come and is standing in midst of the people. Still they can't recognize. അപ്പോഴും യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. Still there are people who talk about Jesus. അത് വരാൻ പോകുന്ന പറയുന്നത്. And they are saying he's about to come. പരീശന്മാര് പറയുന്നു വരാൻ പോകുന്നു. Pharisees say Jesus will come. ശാസ്ത്രിമാര് തർക്കിക്കുന്നു വരാൻ പോകുന്നു. Scribes are saying that Jesus will come. പുരോഹിതന്മാർ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. Priests are waiting for this Jesus. അവൻ ആലയത്തിനകത്തുണ്ട്. Yet he is in the temple. അവൻ സിനഗോഗുകളിലുണ്ട്. He is in the synagogues. എന്നിട്ട് മനസ്സിലാകുന്നില്ല. Still they cannot ഇതാണ് recognize. ഇന്ന് സഭയ്ക്ക് And പറ്റിയേക്കുന്നത്. that is what is happening in the church even today. ഇവര് പ്രസംഗിച്ച് അവതരിപ്പിച്ച യേശു The Jesus they are preaching, ജനത്തിന്റെ നടുവിൽ വന്നിരിക്കുന്ന യേശുവും തമ്മിൽ ഇപ്പം വലിയ വ്യത്യാസമാണ്.
and the Jesus that is in midst of the people are very different. ജനത്തിന്റെ നടുവിൽ വന്നു നിൽക്കുന്ന യേശു The Jesus that is revealed in the midst of people, ജനത്തെ നീതീകരിച്ചവൻ, the one who justified the ജനത്തെ people, തെരഞ്ഞെടുത്തവൻ, the one who called the people, ദൈവം തെരഞ്ഞെടുത്ത പലരെയും സഭ പുറത്താക്കി. whoever God elected, church has now disqualified. ദൈവം നീതീകരിച്ച പലരെയും പാപി എന്ന് മുദ്ര കുത്തി. Whoever God justified, church has put a tag of sinner. അപ്പൊ മനുഷ്യന്റെ കൈകടത്ത സഭയ്ക്കകത്ത് വന്നു. So man's interference has happened inside the church. ഇവിടെയാണ് സഭയെ നമ്മുടെ പ്രാധാന്യം കിടക്കുന്നത്. And here lies our importance. യഥാർത്ഥ ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ രക്തം ചെയ്യ ഇഷ്ടങ്ങളെ ജനത്തിന് കൈമാറുക, അടുത്ത തലമുറയ്ക്ക് കൈമാറുക. അതാണ് സഭയുടെ ഉത്തരവാദിത്വം. The real desires and will of God to transfer it into a generation, that is the desire of God. അപ്പൊ എന്താ വചനം നമ്മളോട് പറയുന്നത്? What does the word tell us? നമ്മൾ അടുത്ത തലമുറയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ സെർച്ച് ചെയ്തത് ആദം മുതൽ അബ്രഹാം വരെയുള്ള തലമുറയാണ്. And to study about the next generation, we were searching through Adam to Abraham. ഞാനതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. And that's why I desire to stay in that same location. സഭയ്ക്ക് ദൈവം കൈമാറിയ സ്വരൂപം ദൈവത്തിന്റെ സ്വരൂപം. So the likeness God gave to the church is the likeness of God. അത് ക്രിസ്തുവിന്റെ ശരീരമാണെന്നാ പറഞ്ഞത്. It says it's the body of Christ. എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട ശരീരമല്ല. That means it's not a body that has been destroyed. പുനരുത്ഥാനത്താൽ പുറത്തു വന്ന ശരീരമാണ് സഭ. But it is a body that has come out through the resurrection. മുറിവേക്കപ്പെട്ട ശരീരമല്ല സഭ. It is not a body that has been wounded. ആണിയടിക്കപ്പെട്ട ശരീരമല്ല സഭ. It is not a body that is nailed. ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ ശരീരമല്ല സഭ. It is not a body that has been whipped by whipping. ഇത് കാർക്കിച്ചു തുപ്പിയ ശരീരമല്ല. It is not even a body which people spat on. ഇത് സാത്താന്യ മണ്ഡലങ്ങൾ ജയഭേരി മുഴക്കിയ ശരീരമല്ല. This is not the body where the demonic principalities rejoiced about. പകരം മരണത്തെ ജയിച്ച ശരീരമാണ്. But this is a body that has been victor over death. പാതാളത്തെ ജയിച്ച ശരീരമാണ്. A body that has overcome hell. ഇത് സാത്താന്റെ തലയെ തകർത്ത ശരീരം. This is a body that has wrecked the head of ഇത് this devil. ലോകത്തെ വെല്ലുവിളിച്ച ശരീരം. It is a body that challenged the world. ഇത് പാപത്തെ വെല്ലുവിളിച്ച It is ശരീരം. a body that challenged sin. അപ്പൊ ഇത് യേശുവിന്റെ ശരീരമാണ്. So this is the body of Christ. ആരാ? ഉയർത്തെഴുന്നേറ്റപ്പെട്ട യേശുവിന്റെ A ശരീരം. resurrected Christ's body. അപ്പൊ ഇതിന് ആരുടെ രൂപം വരണം? So whose likeness it must have? ഇതിന് ക്രിസ്തുവിന്റെ രക്ഷസ്വരൂപം വരണം. It should have the likeness of Christ. ഇതാണ് ആദാം നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. And that is what Adam represents to us. അതാണ് വ്യക്തമായി പറയുന്ന 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ. And that's what is said in Genesis chapter 5 verse 1. സൃഷ്ടിച്ചപ്പോൾ, When they were മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ when ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. when man was created, he was created in the likeness of അപ്പൊ God. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് So when Jesus Christ was resurrected, പരിശുദ്ധാത്മാവിനുമായി വന്ന് he came along with the Holy Spirit, സ്ഥാപിച്ച സഭയ്ക്ക് a church that has been established by that, പത്രോസിലൂടെ, through Peter, യോഹന്നാനിലൂടെ, through John, യാക്കോബിലൂടെ, through James, പൗലോസിലൂടെ, through Paul, അപ്പൊല്ലോസിലൂടെ, through Apollos, തീമോത്തിയോസിലൂടെ, through Timothy. ഈ ദേശത്തിന്, ഈ ലോകത്തിന് കൈമാറിയ സഭ അത് ക്രിസ്തുവിന്റെ സ്വരൂപമുള്ള സഭയായിരുന്നു. A church that has been handed over to the world was the church that had the likeness of Christ. പക്ഷേ 2021 എത്തിയപ്പോൾ But when it reached 2021, സഭയുടെ സ്വരൂപം the likeness of church, 5:3 വായിക്കുന്ന പോലായി. it became like Genesis 5 verse 3. ആദം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. Adam begat a son in his own likeness and after his image. കിട്ടിയത് ദൈവരൂപം.
he received a likeness of God. പക്ഷെ ജനിപ്പിച്ചപ്പോൾ അവൻ്റെതായ ഒരു പ്രൊഡക്റ്റ് ജനിപ്പിച്ചു. But when he gave birth to a product that is his own. അപ്പൊ ഈ 130 വർഷം കൊണ്ട് ഒരു മാറ്റം ഈ രൂപത്തിന് വന്നിട്ടുണ്ട്. So in this 130 years period, there has been a change that has happened in this എന്ന് likeness. പറഞ്ഞാൽ 120 വർഷം കൊണ്ട് ഒത്തിരി കറപ്റ്റഡായ ഒരു രൂപമായി മാറി ആദം. So in this 130 years, Adam became a corrupted image. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, So you think, സഭയ്ക്കും ഇതല്ലേ പറ്റിയേ? hasn't the same thing happened to a church? ദൈവത്തിന്റെ ഇമേജിലുള്ള സഭയിൽ അനന്യാസിനും സഭയിറക്കം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. The church that is in the image of God, Ananias and Sapphira couldn't sustain. കൊരിന്തിലെ പാപങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. The sins in Corinth couldn't stand before it. എഫെസോസിലെ കൾച്ചറുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. The cultures of Ephesus couldn't stand before it. ഓനോസിമോസ് എന്ന് പറയുന്നവന്റെ അകത്തിരുന്ന രഹസ്യ പാപത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. The secret sins in Onesimus couldn't stand before it. ഇന്ന് ലോകത്തിലുള്ള പലതും സഭയ്ക്കകത്തുണ്ട്. Today, things of the world are inside the church. അതിൽ പലതും മനുഷ്യൻ അതിന് നീതിയുടെ പരിവേഷം കൊടുത്ത്, വിശുദ്ധിയുടെ പരിവേഷം കൊടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. And most of it, man has given it an image of justification and holiness and kept inside of it. അതാണ് ഇവിടെ പറയുന്നത്. ആദാം തന്റെ സ്വരൂപം, And that's what it mentions here. തന്റെ സാദൃശ്യത്തിൽ ശേത്തിനെ നിർമ്മിച്ചു. And that's what it mentions here. Adam, in his own likeness, and after his image, brought forth a son. ജനിപ്പിച്ചു. Brought forth a son. അപ്പൊ എന്താ, ഇന്നലകളിൽ ക്രിസ്തുവിന്റെ ശരീരമായിരുന്ന സഭ ജനിപ്പിച്ചത് ക്രിസ്തുവിന്റെ ശരീരത്തെയാണോ അതോ തങ്ങളുടെ ഇമേജിനെയാണോ? So yesterday's the body of Christ called church, did it birth Christ, the church of Christ, or its own birth? എന്ന് പറഞ്ഞാൽ വചനം ജഡമായ ക്രിസ്തുവിനെയാണോ നിങ്ങൾ ജനിപ്പിച്ചത്, അതോ നിങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച ഒരു ഇമേജ് ആണോ നിങ്ങൾ ജനിപ്പിച്ചത്? That means, have you given birth to the word that became flesh, Jesus Christ, or the image that you carried? Have you birthed it? വചനം ജഡമായതാണെങ്കിൽ, If it is word that became flesh, ലോകത്തിന്റെ സിസ്റ്റത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. then world system cannot stand there. വചനം ജഡമായതാണെങ്കിൽ, If it is word became flesh, ലോകത്തിന്റെ പല കൾച്ചറിനും സഭയ്ക്കകത്ത് നിൽക്കാൻ പറ്റത്തില്ല. world's culture cannot enter. Stand in വചനം the church. ജഡമായതാണെങ്കിൽ, If it's word that became flesh, മനുഷ്യന്റെ സംവിധാനങ്ങൾക്ക് അതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. man's system cannot stand inside of it. വചനം ജഡമായതാണെങ്കിൽ, If it's word that has become flesh, പ്രിൻസിപ്പാലിറ്റിക്ക് അതിനകത്ത് പിടിച്ചിരിക്കാൻ then പറ്റത്തില്ല. principalities cannot sustain that. വചനം ജഡമായതാണെങ്കിൽ, If it's word that has become flesh, അധികാരങ്ങൾക്ക് സഭയെ കീഴടക്കാൻ then പറ്റത്തില്ല. authorities cannot subdue church. ഇത് തെളിവ് തരിക വചനം. The word is giving proof about that. പക്ഷേ ലോകത്തിന്റെ ഭരണചക്രങ്ങൾ, ലോകത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഇപ്പൊ സഭയെ നിയന്ത്രിക്കാൻ തുടങ്ങി. But the systems of the world and the authorities of the world are now controlling the church. ഇന്നലകളിൽ സഭ വേണ്ടാന്ന് വെച്ചത് പലതും ഇന്ന് സഭയ്ക്ക് ഓക്കെയാ. Yesterday, the things that the church said we will not are okay today in the church. യേശുവിന് ഓക്കെ ആയിരുന്ന പലതും ഇന്ന് സഭയ്ക്ക് ഓക്കെ അല്ല. But things that were okay for Jesus are not okay for the church today. പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്ന് കിടന്ന് കരയുന്നത് യേശുവിന് ഓക്കെയാ. Immoral woman, when she was crying at the feet of Jesus, it was okay for Jesus. അവിടെ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാല് തുടയ്ക്കുന്ന യേശുവിന് ഓക്കെയാ. It is okay for Jesus that she is wiping the feet of Jesus by her tears. അവള് ഉടയ്ക്കുന്ന സുഗന്ധദ്രവ്യം അലിബാസ്റ്റർ ജാറ് യേശുവിന് കുഴപ്പമില്ല. The alabaster jar that she is breaking, it is okay for Jesus. പക്ഷെ സഭയ്ക്ക് അത് കുഴപ്പമാ. But the church is minding about സഭയ്ക്ക് ഇപ്പോഴും അവള് പാപിയാ. even today, the church looks at her as immoral woman. യേശു പലരുടെയും പാപം ക്ഷമിച്ചിട്ട് സഭ ക്ഷമിച്ചിട്ടില്ല. Even when Jesus has forgiven a lot of people's sin, the church is not ready to forgive. യേശു പലരെയും നീതീകരിച്ചു, സഭ അറിഞ്ഞിട്ടില്ല.
Jesus has justified many people, but the church is unaware about it. യേശു പലരെയും അപ്പോയിന്റ് ചെയ്തു, സഭ അറിഞ്ഞിട്ടില്ല. Jesus has appointed many people, but the church is unaware about it. ഇവിടെയാണ് മനുഷ്യന്റെ കൈകടത്ത് കടന്നെന്ന് പറയുന്നത്. Here I am talking about that man has started interfering in it. കർത്താവ് എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരെ ഇപ്പൊ സഭയ്ക്ക് അറിയത്തില്ല. The prophets that God has raised, the church is doesn't know ദേശത്ത് about it. എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരുണ്ട്, The prophets that God has raised over nations, ദൈവ സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരുണ്ട്. prophets that God has raised in the church. ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാതെ Without able to recognize these things, നമ്മുടെ ഐഡിയ വെച്ച് with our ideas, അവരെ കള്ളപ്രവാചകരെ നമ്മൾ മുദ്ര we കുത്തുന്നു. start tagging them as false prophets. അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്. And that's what Romans says. ഞാൻ തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? Who will condemn the one that I have chosen? ഞാൻ തെരഞ്ഞെടുത്തവൻ. The one whom I have elected. ദൈവം തെരഞ്ഞെടുത്തവനെ നീ അറിയണമെങ്കിൽ, For you to know the one that God has വചനം selected, ജഡമായവനെ നീ അറിയണം. then you have to know the word that has become flesh. പ്രസംഗിച്ച് അവതരിപ്പിച്ചവനെ അല്ല നീ അറിയണ്ടേ, Not the one who was preached and spoken to അത് you, ജീവനായി മാറിയവനെ നീ അറിയണം. but the one who has become life. You should know that person. ദൈവാത്മാവില്ലാത്തവരും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. There are many people who speak about Jesus who doesn't have the Holy Spirit. മഹാത്മാഗാന്ധിക്ക് യേശുവിനെ അറിയായിരുന്നു, Mahatma Gandhi knew about Jesus. വിവേകാനന്ദന് യേശുവിനെ അറിയായിരുന്നു, Vivekananda knew about Jesus. രാജാറാം മോഹൻ റോയ്ക്ക് യേശുവിനെ അറിയായിരുന്നു. Raja Ram Mohan Roy knew about Jesus. അതൊന്നും വചനം ജഡമായി മാറിയ യേശുവല്ല. But those are not the Jesus, that the word that became flesh. അത് അവർക്ക് വചനം ഫിലോസഫി ആയതേ ഉള്ളൂ, For them the word was only philosophy. അവർക്കൊരു അറിവായതേ It ഉള്ളൂ. was only information for പക്ഷെ them. നീ പറയുന്ന യേശു, But the Jesus that you talk about, സഭയിൽ വരുന്ന യേശു, the Jesus that comes to ഒരു the അറിവല്ല, church, is not just an information. അതൊരു ജീവനാ. It is a life in itself. അതൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല, It's not just an understanding. അതൊരു റിയാലിറ്റിയാ. It is a reality. എന്തുകൊണ്ടാ അത് റിയാലിറ്റി ആകാത്ത? Why is it not becoming reality? എന്താ തലമുറകൾ അത് അനുഭവിക്കാത്ത? Why are generations not experiencing it? എന്തുകൊണ്ടാണ് തലമുറയ്ക്ക് അത് കാണാൻ കഴിയാത്ത? Why cannot they see it? ഇന്ന് എന്തുകൊണ്ടാണ് തലമുറകൾ നിന്റെ കൂടെ ആരാധിക്കാത്ത? Why are your children not worshipping with you? നീ അവതരിപ്പിച്ച യേശുവിന്റെ സ്വരൂപം വേറെയാ. Because the Jesus that you have revealed, his image is different. നീ അവതരിപ്പിച്ച യേശു The Jesus that you say, വചനപ്രകാരമുള്ള യേശു ആണെങ്കിൽ if it is according to the word, അത് സഭയിൽ ജീവനായി മാറിയേനെ. then it would have become life in the church. എന്താ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത്? What are the children asking? 3 മണിക്കൂർ നിന്റെ കൂടെ വന്നിരുന്നിട്ട്, I am sitting with you for 3 hours. സഭയ്ക്കകത്ത് 3 മണിക്കൂർ ഇരുന്നിട്ട് I am sitting in the church for 3 ഞങ്ങൾക്കൊന്നും hours. തോന്നുന്നില്ല. We cannot experience anything. എന്താ അതിന്റെ കാരണം? What is the reason for നീ that? അവതരിപ്പിച്ച യേശു ക്രിസ്തുവിൽ എന്തോ വ്യത്യാസമുണ്ട് Because the Jesus that you explain, there's something different. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ നീ മാറ്റം വരുത്തി. That means you made change in the likeness of God. ദൈവത്തിന്റെ ബോഡിക്ക് നീ മാറ്റം വരുത്തി. The body of Christ, you made some changes. അതുകൊണ്ട് അത് ജീവനായി മാറുന്നില്ല. That's why it is not becoming life. വർഷങ്ങളായിട്ടും Even after years, അതിന്റെ ജീവൻ വ്യാപരിക്കുന്നില്ല സഭയ്ക്കകത്ത്. the life is not remitting in the church. അതുകൊണ്ട് എന്തോ പറ്റി? And what has happened? സഭയ്ക്കകത്ത് ഈസി ആയിട്ട് പാപത്തിന് മറിഞ്ഞിരിക്കാൻ പറ്റുന്നു. That's why sin is able to hide inside the church. സഭയ്ക്കകത്ത് ഈസി ആയിട്ട് പാപത്തിന് കയറാൻ പറ്റുന്നു. Sin is able to enter into the church easily. നീ അവതരിപ്പിച്ച ക്രിസ്തു ജീവനായി മാറുന്നെങ്കിൽ If the Christ that you had explained had become ഈ life, പാപത്തിന് അവിടെ കയറാൻ then the കഴിയത്തില്ല. sin couldn't have entered inside. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവും? How many of you understanding the word that I'm ഇത് sharing? വളരെ ക്രിട്ടിക്കലാണ്. It is a very critical understanding, teaching. കാരണം Reason. അന്ത്യകാലത്ത് In the end times, കർത്താവ് ഏറ്റവും കരുത്തോടെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന കാലങ്ങളാണ്. it is a time where God is going to mightily use in the church. അതുകൊണ്ടാണ് ഈ ഡിസംബർ നിങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കണം എന്ന് നീ പറഞ്ഞു. And that's why I'm saying in this December you should have a personal experience. എന്താ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു? What does John say in his letters? അതുകൊണ്ടൊന്ന് വായിച്ചിട്ട് പോ. Shall we read that? നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും Even though we know about it, ഇത് വായിക്കുമ്പോൾ ഇച്ചിരൂടെ കരുത്താം. when we read there's more strength in it. 1 യോഹന്നാൻ 1 John 1-ാം അധ്യായം chapter 1
ഒന്നും രണ്ടും വാക്യങ്ങൾ, verse 1 and 2. മൂന്നും വാക്യം 1, 2 and 3. വായിച്ചാട്ടത്. That which was from the beginning, ആ which we have heard, which we have seen with our eyes, ആ which we have looked upon, ആ and our hands have handled ആ of the word of life. ഒരു മിനിറ്റ്, ഞാനിവിടെ അതൊന്ന് പറയാം. ഒന്ന് തൊട്ടു പോകണം. ആദ്യം മുതലുള്ളത്, Which was from the beginning, ഞങ്ങൾ കേട്ടത്, which we have heard, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, which we have seen with our eyes, ഞങ്ങൾ നോക്കിയത്, which we have looked upon, ഞങ്ങളുടെ കൈ തൊട്ടതായ, and our hands have handled. എന്താ അവിടെ ഇരിക്കുക, ജീവന്റെ വചനം സംബന്ധിച്ച്. It writes of the word of life. ഇത് വചനമായിരുന്നു. It was word. ഇത് ആദ്യം മുതലേ ഉള്ളതാ. It is from the beginning. പക്ഷെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, But we have seen with our eyes. ഞങ്ങൾ കേട്ടു. We have heard about it. ഒരു കാലഘട്ടം കേൾക്കുന്ന കാലമായിരുന്നു. There was a time when we only heard. അടുത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അത് കണ്ണുകൊണ്ട് കണ്ടു. The next time we have seen with our eyes. പിന്നെ ഞങ്ങൾ നോക്കാൻ തുടങ്ങി. Then we started looking കാരണം into it, ഞങ്ങൾക്ക് ലൈവായിട്ട് കിട്ടിയെന്ന്. because it has become live to us. ഇപ്പൊ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ കൈകൊണ്ട് തൊടാൻ തുടങ്ങി. And now we have started handling with the hands ആ ജീവന്റെ വചനം സംബന്ധിച്ച് of that word of life. ജീവൻ പ്രത്യക്ഷമായി. That means it was life was manifested, ഞങ്ങൾ കണ്ടു, സാക്ഷീകരിക്കുക. and we have seen it and bear witness. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ എന്താ പറയുന്നത്? What does it say here? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടു. Even after the resurrection we have seen, ഞങ്ങൾ കണ്ടിട്ടായി ഈ സാക്ഷീകരിക്കുന്നത്. and we have seen and we bear witness. അതെന്തോ പിതാവിനോട് കൂടെ ഇരുന്നു, And it says which was with the Father ഞങ്ങൾക്ക് പ്രത്യക്ഷമായ and was manifested unto us, നിത്യജീവനങ്ങൾ and show to you that നിങ്ങളെ eternal. അറിയിക്കുകയും ചെയ്യുന്നു. And we show to you that eternal. ഇതാ സഭ. That is church. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. Next verse, have you paid attention? ഞങ്ങൾ കണ്ടും കേട്ടും ഉള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. That which we have seen and heard declare we unto you, that ye also may have fellowship with us. ആ വാക്ക് ശ്രദ്ധിച്ചോ. Do you pay attention to that word? നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടായ്മ വേണമെങ്കിൽ, If we want fellowship with you, ഞങ്ങൾക്ക് കണ്ട് കേട്ട അനുഭവം വേണം. then we have to have an experience of seeing and hearing. അതുകൊണ്ട് ഞങ്ങൾ കണ്ട് കേട്ടത് കൊണ്ട് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റൂ. Only with what we have seen and heard we can make a fellowship അപ്പൊ with you. അടുത്ത തലമുറ നമ്മളുമായിട്ട് കൂട്ടായ്മയിൽ ഇരിക്കണമെങ്കിൽ, So if the next generation has to be in fellowship with us, അടുത്ത തലമുറ നമ്മളോടൊപ്പം ആരാധിക്കണമെങ്കിൽ, if the next generation has to worship with us, നമ്മളിലൂടെ അടുത്ത തലമുറ പുറത്തു വരണമെങ്കിൽ, if the next generation has to come out through us, ഇവനെ കണ്ടവനും കേട്ടവനുമായി നമ്മൾ then മാറണം. we have to become somebody who have seen and heard him. അതുകൊണ്ട് യോഹന്നാൻ എന്താ പറയുന്നത്? And then what does John says? ഒന്നും രണ്ട് വാക്യം ഒന്നുകൂടെ വായിര്. 1 and 2 we read once again. ഞങ്ങൾ കേട്ടത് Which we have heard. എന്ന് പറഞ്ഞ കാലങ്ങളായി കേട്ടുകൊണ്ടിരുന്നത്, That means what we are hearing for a long സ്വന്തം time. കണ്ണുകൊണ്ട് കണ്ടു. We have seen with our eyes. ഞങ്ങൾ അവനെ നോക്കി, We have looked upon. ഞങ്ങളുടെ കൈകൊണ്ട് അവനെ തൊട്ടു. And our hands have അത് handled. ജീവന്റെ വചനമായിരുന്നു. And that was the word of അത് life. ഒരിക്കൽ വചനമായിരുന്നു. And that was once ഇപ്പൊ word. അത് ജഡമായി വന്നു. Now it has become flesh. ജീവൻ പ്രത്യക്ഷമായി. Life has become manifest. പിതാവിനോട് കൂടെ ഇരുന്നവൻ വീണ്ടും പ്രത്യക്ഷനായി. That one who was with the Father was manifested unto us. പ്രത്യക്ഷമായപ്പോൾ And when he was manifested, നിത്യജീവനെ ഞങ്ങൾക്ക് ലഭിച്ചു. he shew unto us that eternal അതാണ് life. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. And that is what we give to you. ഇപ്പൊ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? How many of you are able to understand this? ഇതാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത്. And this is what we have to pass on to the next generation. ഇതിനകത്ത് നിന്റെ ഐഡിയ കേട്ടില്ലേ? Inside of this, don't infiltrate your ideas. അതമേ നിനക്ക് തന്ന പ്യുവർ രൂപമാണ്. Adam, a pure form was given to you. A pure likeness was given to you. ആ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്. And that likeness has a specialty. എല്ലാ ദിവസവും അവനോട് കൂട്ടായ്മ ആചരിക്കാം. Every day you can have fellowship with him. ഈ ദൈവരൂപത്തിന്റെ പ്രത്യേകത എന്താ? What is the uniqueness of this? എന്നും വെയിലാറുമ്പോൾ നീ അവനുമായിട്ട് കൂട്ടായ്മ കൂടുന്ന ഒരു രൂപമായിരുന്നത്. Every day when the sun sets, there was a fellowship that you had with him. പക്ഷെ നീ ശേത്തിന് കൈമാറിയത് But what you gave to Seth, ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ള ഒരു രൂപമല്ല. that was not a likeness that had fellowship with God.
അനേക പാപികളുടെ പാപത്തെ പൊളിച്ച ജീവനാണ് സഭയ്ക്ക് കൈമാറിയത്. A life that was given to the church was a life that broke many sins of many sinners. ഞാൻ നീ ഇരിക്കുന്ന സഭ The church that you and I are in ദേശത്തെ കൊടും പാപികളുടെ പാപത്തെ പൊളിച്ച സ്ഥലമാണ്. is a place that has broken big sins of the people of the world. കൊടും പാപികളായിരുന്നവരുടെ പാപത്തെ അശേഷം തുടച്ചു നീക്കി അവരെ ദേശത്ത് സാക്ഷ്യമാക്കി മാറ്റിയ സഭയിലാണ് ഞാൻ നീ ഇരിക്കുന്നത്. Wretched sins of sinners was wiped out and they have become testimonies, and we sit in that church. അനേകരുടെ കണ്ണുകളെ തുറപ്പിച്ച സാക്ഷ്യമുള്ളവരെ സൃഷ്ടിച്ച സഭയിലാണ് നമ്മൾ ഇരിക്കുന്നത്. Those people who have testimonies because of which many eyes were opened, we sit in such a church, those people. അതിന്റെ കാരണം എന്താ? And what are the reason for that? അന്ന് ആ വചനം ജഡമായി അവിടെ വന്നു. Because the word became life and അത് ജീവനെ അവിടെ മാറി. it became life. ഇന്ന് ആ ജീവൻ എന്തിയെ? Where is that life today? ഇന്ന് എന്തിയെ ആ ദൈവരൂപം? Where is that likeness ഇന്ന് today? എന്തിയെ ആ ദൈവത്തിന്റെ ജീവൻ? Where is the life of God today? ഇതില്ലാത്തത് കൊണ്ടല്ലേ And because it is not there, നമ്മുടെ തലമുറയ്ക്ക് ദൈവസഭയിൽ നമ്മളോടൊപ്പം ആരാധിക്കാൻ our കഴിയാത്ത. generation is unable to worship with us in the church of God. അതുകൊണ്ടല്ലേ ഒരു കൊച്ചു ഗ്രൂപ്പ് അങ്ങോട്ട് വളരാൻ തുടങ്ങുമ്പോൾ അടിച്ചു പല ഗ്രൂപ്പാവുന്ന. And that's why when a small group is starting to expand, it is there's a fight and it splits. അതുകൊണ്ടല്ലേ ഒരു കൂട്ടത്തിനകത്ത് തന്നെ പല അഭിപ്രായം. And that's why in a small group there are many different viewpoints, പല പക്ഷങ്ങൾ. many divisions. അതിന്റെ കാരണം എന്താ? What is the reason? ഒരു സാദൃശ്യത്തിന് ഫലം പല സാദൃശ്യമായി സഭയ്ക്ക്. Because instead of one likeness, now there are many likenesses. ഒരു ലൈക്നെസ് ഉള്ളായിരുന്നെങ്കിൽ, If there was only one ഒരു likeness, ശരീരമേ if there was ഉള്ളായിരുന്നു, only one body, തന്നെ ഒരു ജീവനെ if there ഉള്ളായിരുന്നെങ്കിൽ was only one life, പല ഗ്രൂപ്പ് എങ്ങനെ വരും? how can be there's many divisions? എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നു? How many of you are able to understand this word? എന്താ ഈ ഡിസംബർ നമുക്ക് തരുന്ന ദൂത്? And what is December telling us? നമുക്കൊരു ജീവനെ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. We need to hand over our life to the next generation. വചനം ജഡമായി വെളിപ്പെട്ടു വന്നത് കണ്ണുകൊണ്ട് കണ്ട ഒരു തലമുറയായി നമുക്ക് മാറണം. We have to become a generation that has seen with our eyes the word that has become യോഹന്നാൻ flesh. പറഞ്ഞതുപോലെ Just like John says, ഞങ്ങൾ കേട്ടത്, what we have ഞങ്ങളുടെ heard, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, what we have seen with our ഞങ്ങൾ eyes, നോക്കിയത്, what we have looked upon, ഞങ്ങളുടെ കൈ തൊട്ടത്, and our hands have handled, ഞങ്ങൾക്ക് പ്രത്യക്ഷമായത്, and that has become manifested to ഞങ്ങൾ us. കണ്ട് സാക്ഷീകരിച്ചു What we have seen and bear witness. നിത്യജീവന്റെ ഉടമസ്ഥനായ Oh, ക്രിസ്തുവിനെ ഞങ്ങളുടെ തലമുറയ്ക്ക് കൈമാറണം. the owner of eternal life, Christ, we want to hand over to our generation. അതിനുവേണ്ടി For that, ഇന്നു മുതൽ, from ഈ today, ഡിസംബർ മുതൽ from this ഞങ്ങൾ December, കാത്തിരിക്കുന്നു. we are waiting. ഞങ്ങൾക്ക് കാണണം, We want to see. ഞങ്ങൾക്ക് തൊടണം, We want to touch. ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണണം, We want to see with our own eyes. ഞങ്ങൾക്ക് അവനെ കേൾക്കണം, We want to hear him. ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനാകണം. We want him to be revealed to us. ഇതിനു വേണ്ടിയാ നമ്മൾ പ്രാർത്ഥിക്കണം. And for that we must pray. ഏത് ജീവനാണോ ഞങ്ങൾക്ക് കൈമാറിയത്, What life was given to us, ഏത് ശരീരമാണോ ഞങ്ങൾക്ക് കൈമാറിയത്, what body was given to us, ഏത് വചനമാണ് വചനം എങ്ങനെയാണോ ജഡമായി മാറിയത്, how the word became flesh, അതുപോലെ തന്നെ ഞങ്ങൾക്ക് തലമുറയ്ക്ക് in കൈമാറണം. the same manner we want to give it to our generation. ഇതാണ് ഹാനോക്ക് ചെയ്തത്. And this is what Enoch did. ഹാനോക്ക് അന്വേഷിച്ചു. Enoch sought. ഞങ്ങളുടെ പിതാവായ ആദം ഒരുവന്റെ കൂടെ നടന്നു. Our father Adam walked with a person. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ When he was walking with God, അവനൊരു ഇമേജ് ഉണ്ടായിരുന്നു. he had an image. എനിക്ക് ആ ഇമേജിലേക്ക് മാറണം. I want to become one with that image. ഹാനോക്ക് നടന്ന് Enoch walked and walked. ദൈവത്തിന്റെ കൂടെ നടന്ന് Walked with God. ആ ഇമേജിലേക്ക് മാറി. And he transformed into that സ്വർഗം image. പറഞ്ഞു, And heaven says, ഈ ഇമേജിന് ഈ ഭൂമി കൊള്ളത്തില്ല. this image is not worthy of this ഈ world. ഇമേജിന് ഒരു തോട്ടം വേണം. This image needs a garden. ആ തോട്ടത്തിൽ ഞാൻ ദൂതനെ നിർത്തി. And in that garden I have placed an angel. അതിനേക്കാൾ ബെസ്റ്റ് ഒരു പ്ലേസ് ഉണ്ട്. There's a better place. ഞാൻ അവിടേക്ക് നിന്നെ And കൊണ്ടുപോകാം. I'm taking you to that place. ഇതാണ് നമ്മളെ ലക്ഷ്യം. This is our goal. നടക്കുക അവന്റെ കൂടെ, Walk with him. അവനെ തൊട്ട് നടക്കുക.
touch him and walk. അവനെ കണ്ട് നടക്കുക, See him and walk. അവനെ നോക്കി നടക്കുക, Look at him and walk. അവനെ കുറിച്ച് കേട്ട് നടക്കുക, Hear him and walk. അവനെ കുറിച്ച് സാക്ഷീകരിക്കുക, Testify about him നിത്യജീവനെ പ്രാപിക്കുക. and receive eternal life. നിനക്ക് പറ്റിയല്ല പിന്നെ ഭൂമി, Then the earth is not worthy of you. ബെറ്റർ പ്ലേസ് ഉണ്ട്, There's a better place അവിടേക്ക് നിന്നെ കൊണ്ടുപോകും. and God will take you there. എത്ര പേർക്ക് ദൂത് മനസ്സിലാവും? How many of you are understanding this word? അതിനു വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ചുവട ഈ ഡിസംബറിൽ നമ്മൾ വെക്കാൻ And പോകുന്നു. for that, the special step is what we are going to take in നമ്മുടെ December. ആഗ്രഹം മുഴുവൻ ഇതാവട്ടെ, Let all of our desires be this. നമ്മുടെ അന്വേഷണം മുഴുവൻ Let ഇതാവട്ടെ, our seeking be this. നമ്മുടെ ഒബ്സർവേഷൻ മുഴുവൻ Let our ഇതാവട്ടെ, observations be നമ്മൾ this. കണ്ടെത്തുന്നത് ഇതാവട്ടെ. Let us find it out. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. I'm going to read that verse one more. 1 യോഹന്നാൻ 1 John, 1 verse 1. 1, 2, 3 വാക്യം. 1 John chapter 1, 1, 2 and 3. ഞങ്ങൾ കേട്ടത്, What we have heard, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, which we have seen with our ഞങ്ങൾ eyes, നോക്കിയത്, which we have looked upon, ഞങ്ങളുടെ കൈ തൊട്ടതുമായ and our hands have handled ജീവന്റെ വചന സംബന്ധിച്ച് of the word of life. ജീവൻ പ്രത്യക്ഷനായി, For the life was manifested, ഞങ്ങൾ കണ്ടു, and we have seen it, സാക്ഷീകരിക്കുക, and bear witness, പിതാവിനോട് കൂടെ ആയിരുന്നു, which was with the Father, ഞങ്ങൾക്ക് പ്രത്യക്ഷനായ and was manifested unto us, നിത്യജീവനെ and നിങ്ങളോട് അറിയിക്കുന്നു. shew unto you that eternal life. എന്നിട്ട് പിന്നെ എടുത്തു പറയുന്നു, And then it says, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്കും ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. and it says that which we have seen and heard, declare we unto you, that ye also may have fellowship with us. ഞങ്ങളുടെ കൂട്ടായ്മയോ And it says, പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആവുന്നു. and truly our fellowship is with the Father and with his Son അപ്പൊ Jesus Christ. അതിന്റെ അർത്ഥം എന്തോ? What does that mean? ഞങ്ങൾ We, കർത്താവായ യേശുക്രിസ്തുവിനോടും അവന്റെ പിതാവായ ദൈവത്തോടും കൂട്ടായ്മയുള്ളവർ. we have a fellowship with Son Jesus Christ and his Father. അതുകൊണ്ട് That's why ഞങ്ങൾ അവനെ കണ്ടു, we have seen him. ഞങ്ങൾ അവനെ കുറിച്ച് കേട്ടു, We have heard about him. ഞങ്ങൾ അവരെ തൊട്ടു. We have touched him. ആ കൂട്ടായ്മ And in that fellowship, നിങ്ങളോടുണ്ടാകേണ്ടത് so that we may have with you, ഞങ്ങൾ ഇത് നിങ്ങളോട് അറിയിക്കുന്നു. we are being with you. ഞങ്ങൾക്ക് എങ്ങനെ പിതാവായ ദൈവത്തോട് കൂട്ടായ്മയുണ്ടോ, How the way that we have fellowship with ആ God the ലെവലിൽ Father, നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. so that you may have that ഇത് same ഞങ്ങൾ level. നിങ്ങൾക്ക് അറിയിക്കുന്നു. We are giving this message to you. അപ്പൊ അതിന്റെ അർത്ഥം That means, ഞങ്ങൾക്കുണ്ടായിരുന്ന കൂട്ടായ്മ എങ്ങനെയാ? what is the fellowship that we ഞങ്ങളെ had? കണ്ണുകൊണ്ട് കണ്ടു, We have seen with our eyes. ഞങ്ങൾ കേട്ടു, We have heard. ഞങ്ങൾ തൊട്ടു, We have touched. പറഞ്ഞ എല്ലാ ഏറിയ എല്ലാ സെൻസും കൊണ്ട് ഞങ്ങൾ അവനെ അറിഞ്ഞു. That we have understood him with all our senses. ഇപ്പൊ ആ നിത്യജീവൻ ഞങ്ങളുടെ സ്വന്തമാണ്. And now that eternal life is our own. ഞങ്ങൾ അതിന്റെ സാക്ഷിയാ. And we are testimonies of that. ആ കൂട്ടായ്മ That fellowship നിങ്ങൾക്കും ഉണ്ടാകണം. you should also have. ഇതിനാണ് ഡിസംബറിൽ ദൈവം നിങ്ങളോട് പറയുന്നത്. And that is why God is talking ആ to you in കൂട്ടായ്മ December. നമുക്ക് ആദ്യം ദൈവത്തോട് വേണം, Let that fellowship we have with God, ക്രിസ്തുവിനോട് വേണം, with Christ Jesus, ഓ പിതാവായ ദൈവത്തോട് with വേണം. God the Father. അതിന് ഡിസംബർ മാറ്റി വെക്കുക. And for that, separate this December. എന്നിട്ട് വേണം ഇത് തലമുറയ്ക്കായി മാറാൻ. Then hand it over to your generation. നമ്മൾ അനുഭവിച്ച ഈ കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവരണം. Bring them into the fellowship that we experienced. നമ്മൾ അനുഭവിക്കാത്തത് അവർക്ക് കൊടുക്കാൻ What പറ്റില്ല. we have not experienced, we cannot give. ആദമേ, നിനക്ക് കിട്ടിയ സ്വരൂപമാണ് ശേത്തിന് നീ കൈമാറേണ്ടത്. Adam, the likeness that you got is what you should give to Satan. നീ ക്രിയേറ്റ് ചെയ്ത കുടുംബമല്ല, Not സ്വരൂപമല്ല. a likeness that you created. നിന്റെ ബുദ്ധി, Your brain, നിന്റെ ലോജിക്ക്, your logics, നിന്റെ ചിന്തകള്, your thoughts, നിന്റെ വീക്ക്നെസ്, your weaknesses, നിന്റെ വീഴ്ചകൾ, your faults, നിന്റെ തകർച്ചകൾ, your brokenness. അതിനകത്തുനിന്ന് നീ പൊടിയിട്ട് തട്ടിയ മറയിട്ട് ഒരുക്കി എടുത്ത രൂപമല്ല കൈമാറേണ്ടത്. Things that you took out from that, don't hand over those things. പകരം Instead, നീ പിതാവിനോടും പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് പ്രാപിച്ചത്, what you have received from the Father and from the Son Jesus Christ, in your fellowship with him, അതാണ് തലമുറയ്ക്ക് കൈമാറുന്നത്. hand that over to your generation. ഏദൻ തോട്ടത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം നീ അനുഭവിച്ച കൂട്ടായ്മയിൽ നിനക്കുണ്ടായിരുന്ന സ്വരൂപം, അതാണ് തലമുറയ്ക്ക് കൈമാറേണ്ടത്. In the Garden of Eden, the likeness that you had with God the Father, give that to the next generation. നിനക്കത് കൈമാറാൻ പറ്റില്ല. You couldn't give that. അതുകൊണ്ട് എന്ത് പറ്റി? And what happened? വർഷങ്ങളുടെ അകത്ത് In years, ദൈവത്തിന്
ഏറ്റവും സങ്കടമുള്ള തലമുറയായി നിന്റെ തലമുറ മാറി. Your generation became a generation that saddened the heart of God. ദൈവം എന്താ പറഞ്ഞ 6-ാം അധ്യായത്തിൽ 36-ൽ? What does God say in Genesis chapter 6? അവരുടെ നിരൂപണം വരെ ദോഷമുള്ളതെന്ന് കണ്ടു. Even their thoughts were evil. ഹൃദയത്തിനകത്ത് കിടക്കുന്ന ചിന്ത പോലും ദോഷമുള്ളതായി. Even their thoughts were evil. അതുകൊണ്ട് പ്രവൃത്തി മുഴുവനെ രക്ഷം ചെയ്യും ദൈവത്തിന് അനിഷ്ടമുള്ളതായി. And all of their works were things that God hated. അതുകൊണ്ട് ദൈവത്തിന് വേറെ ഒരു വഴിയില്ലാതായി. And then God did not have any other way. ദൈവം പറഞ്ഞ് നശിപ്പിക്കല്ലാതെ വേറെ വഴിയില്ല. And God says there's no other way than to destroy them. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ നോഹയുടെ പ്രശസ്തി. And here is the importance of the Noah that we talked about. യോഹനന് ഈ ലേഖനത്തിൽ പറയുന്നത്, What John says in the letter, കണ്ടെത്താൻ ആദ്യം ശ്രമിച്ച ആളാണ് നോഹ. Noah is the first person who desired to seek this. അവൻ അന്വേഷിച്ചു, He sought after, അവൻ യഹോവയെ കണ്ടു, and he saw the Lord, അവന്റെ കണ്ണിലേക്ക് നോക്കി, and he saw into his eyes, അവിടുന്ന് അവൻ പ്രാപിച്ചു, and he received from there ഒരു കൃപയെ അവിടുന്ന് a പ്രാപിച്ചു. grace he received, അതവനെ നീതിമാനാക്കി, and made him just അതവനെ പെർഫെക്റ്റ് ആക്കി, made him perfect in his അതവനെ generation, ദൈവത്തോടു കൂടെ നടക്കുന്നവനാക്കി, and made him somebody who walked with God, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ അവനെ നിയോഗിച്ചു. and made him capable of doing the will of God, ദൈവത്തിന്റെ ഹൃദയത്തിലെ പ്ലാനായ പെട്ടകം അവൻ നിർമ്മിക്കാനിടയായി. and he made the ark that was in the heart of God. ദൈവമക്കളെ, Children of God, എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. I am ending my words here. ഒത്തിരി ആഴമായി ചില കാര്യങ്ങൾ ദൈവം സംസാരിച്ചു. God spoke to us in a depth, ഒത്തിരി സംസാരിക്കുന്നതിലല്ല, not speaking much. ദൈവം വേണ്ടത് നമുക്ക് തന്നു. God has given us what we need. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, Hence I'm telling you one thing. ഈ ഡിസംബർ പാഴാക്കല്ലേ. Don't waste this December നിങ്ങൾക്ക് കാണാൻ, to see നിങ്ങൾ ഇതുവരെ കേട്ടത്, whatever you heard so far, നാളുകളായി കേട്ടോണ്ടിരിക്കുന്നത്, whatever you've been hearing so long, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ, to see with your own eyes, കൈകൊണ്ട് തൊടാൻ, to handle with your own hands, നിനക്ക് സാക്ഷീകരിക്കാൻ, to testify about നിനക്ക് that, അനുഭവിക്കാൻ, to experience നിന്റെ that എല്ലാ സെൻസും കൊണ്ട് with all of your senses, നിനക്ക് അവനെ മനസ്സിലാക്കാൻ, to experience him, നിത്യജീവനെ പ്രാപിക്കും, to receive eternal life. അവൻ നിനക്ക് കൂട്ടായ്മ തരാൻ ആഗ്രഹിക്കുന്നു. God is desiring to give you a fellowship. ഇത് ഈ ഡിസംബറിൽ പറ, Tell in this December, ദൈവമേ, Heavenly Father, പുത്രനായ യേശു ക്രിസ്തുവേ, Son Jesus Christ, പരിശുദ്ധാത്മാവേ, Holy Spirit, ഞങ്ങൾക്ക് നിന്നോടൊരു കൂട്ടായ്മ വേണം. we need a fellowship with you, നിന്നോടൊപ്പം ഉള്ള കൂട്ടായ്മ, a fellowship that is with അത് you. വേണം ഞങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ. That is what we want to give to the next generation. ദൈവത്തിന്റെ ശരീരമായ സഭയിൽ The body of Christ, ഒന്നും കൂട്ടിച്ചേർക്കാൻ ഞങ്ങളെ ഇടയാക്കല്ല. let us not be able to put anything inside. യേശു ക്രിസ്തു സമ്പാദിച്ച അവന്റെ ശരീരമായ സഭയിൽ The body of Christ that Jesus purchased, ഞങ്ങളുടെ ഐഡിയ കയറ്റാൻ ഇടയാകല്ല. we don't want to infiltrate our ideas. യേശു ക്രിസ്തു നീതീകരിച്ചവരെ Whom Jesus Christ has justified, ചോദ്യം ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കല്ലേ. do not allow us to question them. യേശു ക്രിസ്തു തെരഞ്ഞെടുത്തവരെ, Who Jesus Christ has selected, ദൈവം തെരഞ്ഞെടുത്തവരെ, God whom he has selected, വിരൽ ചൂണ്ടാൻ കുറ്റം ചുമത്താൻ ഞങ്ങളെ ഇടയാക്കല്ലേ. never allow us to judge or point our fingers towards them. യേശു ക്രിസ്തു ചെയ്യേണ്ടതൊന്നും കയറി ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കല്ലേ. Whatever is appointed for Jesus Christ to do, let us not do it. യേശു വിലയേറിയത് എണ്ണിയവരെ ഒരിക്കലും രക്തം നിസ്സാരെന്ന് കാണാൻ ഇടയാകല്ലേ. Whoever Jesus has considered precious, let us not consider them as invaluable. യേശു ക്രിസ്തുവിന്റെ ഹൃദയം അറിഞ്ഞവരായി, Let us become those who understood the heart of യേശു Jesus. ക്രിസ്തു കൈമാറിയ നിത്യജീവൻ പ്രാപിച്ചവരായി, Somebody who has received the eternal light Jesus gave, hand over, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മയുള്ളവരായി, with Father and Son and Holy Spirit, somebody who has a fellowship with them. ഒരു തലമുറയായി മാറാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. We surrender ourselves to become that generation. Pray like that. ഈ കൂട്ടായ്മ വേണം അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ. And this fellowship is what we need to show to the next ഏത് generation. കൂട്ടായ്മ? Which fellowship? നീയും പിതാവുമായിട്ടുള്ള,
you with the one that you have നീയും with Father, പുത്രനായ യേശു ക്രിസ്തുവുമായിട്ടുള്ള, the one that you have with the Son Jesus നീയും Christ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള the one that you have with the Holy Spirit. ദൈവം ഏകന. God is one. അവന്റെ പുത്രമണ്ഡലം വെളിപ്പെട്ട് വരുമ്പോൾ When his sonship is revealed, അതുമായിട്ട് കൂട്ടായ്മ. a fellowship with that. അവന്റെ ആത്മമണ്ഡലം വെളിപ്പെട്ട് വരുമ്പോൾ When the spirit realm is ആത്മാവുമായിട്ട് revealed, കൂട്ടായ്മ. a fellowship with that. പിതാവുമായിട്ട് കൂട്ടായ്മ With a fellowship with the Father. ഉള്ള ഒരു തലമുറയെ A generation that has this. നമുക്ക് മാറാം. Let us become that അത് generation. വേണം അടുത്ത തലമുറയ്ക്ക് മാറാൻ. And let the as hand over that to the അതാണ് next സഭ. generation. That is church. അത് മാത്രമാണ് സഭ. And only that is church. ക്രിസ്തുവിന്റെ ശരീരത്തിന് കേടുവരുത്താൻ എന്നെ ഇടയാക്കരുതെന്ന് പറ. Pray that I may never be able to harm the body of ഒന്നുകൂടെ Christ. പറയുന്നു. I repeat, ദൈവം തെരഞ്ഞെടുത്തവന് നേരെ വിരൽ ചൂണ്ടല്ലേ. never point your fingers at somebody who God has selected. യേശു ക്രിസ്തു നീതീകരിച്ചവനെ നീ വിരൽ ചൂണ്ടരുത്. Whom Jesus Christ has justified, do not point your fingers at them. പരിശുദ്ധാത്മാവ് ചേർത്ത് നിർത്തിയവനെ നീ കുറ്റം വിധിക്കല്ലേ. Don't blame somebody whom Holy Spirit has taken close. സഭയുടെ നിയന്ത്രിതാവ് പരിശുദ്ധാത്മാവാ. Holy Spirit is the controller of the church. യേശു ക്രിസ്തുവാണ് സഭയുടെ കാരണം. Jesus Christ is the reason of the church. പിതാവായ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതിയാണ് സഭ. Church is the ultimate plan of God. അതുകൊണ്ട് പിതാവിനും എതിർ നിൽക്കരുത്, പുത്രനും എതിർ നിൽക്കരുത്, പരിശുദ്ധാത്മനും എതിർ നിൽക്കരുത്. And that's why do not stand against God the Father or Son or the Holy Spirit. ദൈവം തെരഞ്ഞെടുത്തവനാ സഭയിലുള്ളത്. Whoever God has selected are in the യേശു church. ക്രിസ്തു നീതീകരിച്ചവനാ സഭയിലുള്ളത്. Those whom Jesus have justified are in the church. പരിശുദ്ധാത്മ വിലയേറിയെന്നവനാണ് എണ്ണിയവനാ സഭയിലുള്ളത്. Those that Holy Spirit have considered precious are in the church. നീ അതുകൊണ്ട് അവർക്കെതിരെ തിരിയല്ല. Hence you don't turn against them. നീയല്ല സഭയുടെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത്. You don't decide the protocols of the church. സഭയുടെ നിയമം നീയല്ല പറയുന്നത്. You don't decide the laws of the church. സഭയുടെ ഉടമസ്ഥനാ പറയുന്നത്. The owner of the church says it. സഭയുടെ കരുത്ത് നിത്യജീവനാണ്. Power of the church is eternal life. സഭയുടെ ക്വാളിറ്റി നിത്യജീവനാണ്. The quality of the church is eternal life. സഭ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന് കൂട്ടായ്മ അനുസരിച്ച് ആചരിക്കുമ്പോൾ കിട്ടുന്നത് നിത്യജീവനാണ്. When church spends time in fellowship with Father, Son and Holy Spirit, it receives eternal life. ആ നിത്യജീവൻ കൂട്ടായ്മയിൽ പ്രാപിച്ചവനാണ് സഭയ്ക്ക് കൈമാറുന്നത്. And that eternal life, when you receive to the fellowship, you have to transfer it to the church. അതാണ് തലമുറയ്ക്ക് കൈമാറുന്നത്. And that you have to transfer to the next generation. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, And let us pray for that. കർത്താവ് ഈ ഡിസംബറിൽ God, in this December, ഇന്നുവരെ ഇല്ലാത്ത ഒരു കൂട്ടായ്മ, whatever I have not had so ഇതുവരെ far, ഞാൻ അനുഭവിക്കാത്ത ഒരു കൂട്ടായ്മ, what I have never experienced so far, ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു a കൂട്ടായ്മ fellowship that I have not even imagined about, എനിക്ക് ദൈവത്തോട് വേണം. I want with you. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനോട്. I want with Father, Son and the Holy Spirit. പിതാവ് വെളിപ്പെടുമ്പോൾ, When Father is പുത്രൻ revealed, വെളിപ്പെടുമ്പോൾ, when Son is revealed, പരിശുദ്ധാത്മാവ് when വെളിപ്പെടുമ്പോൾ Holy Spirit is revealed, എനിക്കത് മിസ്സാകല്ല. I don't want to miss it. എനിക്ക് ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കണം. I want to have a fellowship together. അതിനെ എന്നെ ഏൽപ്പിക്കണം. And for that I surrender myself. അത് ഈ ഡിസംബറിൽ തുടങ്ങട്ടെ. Let that start in December. ഈ ഡിസംബറിൽ അതിന്റെ വലിയ തലങ്ങൾ എനിക്ക് തുറക്കുന്നു വരട്ടെ. Let great realms be opened in December for that, for me. എല്ലാ കണ്ണുകളും അടച്ച് Close all of your eyes. പ്രാർത്ഥിച്ച് Let us pray. ചില മിനിറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരിക. Few minutes I'm giving to you. നിങ്ങൾ തുറന്ന് സംസാരിക്കുക ദൈവത്തോട്. Open your hearts and speak to God. അപ്പാ, യോഹന്നാൻ വ്യക്തമായി ഞങ്ങളോട് പറയുന്നു, Abba, John clearly tells us ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, we can see with our ഞങ്ങളുടെ eyes, കൈകൊണ്ട് തൊടാൻ പറ്റും, we can handle with our ഞങ്ങൾക്ക് hands, കേൾക്കാൻ പറ്റും, we can hear, ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. we can experience. കുറച്ച് ഇമോഷനിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് പോകാനല്ല കർത്താവേ. Not just to say that I have known by some emotional outburst. പകരം റിയലായിട്ട് ഞങ്ങൾക്ക് കാണണം. Instead, we want to in reality we want to see you. ഞങ്ങൾക്ക് കേൾക്കണം, We want to hear in reality. തൊടണം. We want to touch in reality. നിത്യജീവൻ ലഭിക്കത്തക്ക നിലയിൽ, In a manner that we receive the eternal life. നിത്യജീവന്റെ മുഴുവൻ കരുത്തും അനുഭവിക്കത്തക്ക നിലയിൽ In a manner that we experience the entire strength of the ഞങ്ങൾക്ക് eternal അവനെ life. കാണണം, We want to see him. ഞങ്ങൾക്ക് അവനെ കേൾക്കണം, We want to hear him. ഞങ്ങൾക്ക് അവനെ തൊടണം. We want to touch him. അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നാൽ Give us such a fellowship.
അതിനെ ഞങ്ങളെ ഏൽപ്പിക്കും. And for that, we surrender ourselves. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനോടുള്ള ആ കൂട്ടായ്മ, The fellowship that we have with our Lord, അതേ കൂട്ടായ്മ ഞങ്ങളുടെ തലമുറയ്ക്ക് കൈമാറും. let that same fellowship help us to ഞാനും transfer ഞങ്ങളും ഞങ്ങളുടെ കർത്താവുമായിട്ടുള്ള അതേ ബന്ധം the relation that we have with our God, അത് തന്നെ തലമുറയ്ക്ക് കൈമാറാൻ. same to hand it over to the generation. ഞങ്ങളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാപിച്ച നിത്യജീവൻ, The eternal life that we have received in our relationship with God, അടുത്ത ദേശത്തിന്, അടുത്ത ജനത്തിന് കൈമാറാൻ to give it to the next nation and next people. എന്നെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We give ourselves for that. ഞങ്ങളൊരു പരാജയമാകാൻ അനുവദിക്കല്ലേ. Do not allow us to become failures. ഞങ്ങളൊരു ജയമാകട്ടെ. Let us become victors, ദൈവം നീതീകരിച്ചവന്, whom God has justified, ക്രിസ്തു നീതീകരിച്ചവന്, whom Jesus Christ has justified, പരിശുദ്ധാത്മ വിലയേറിയെന്നവന് whom Holy Spirit consider precious. ഒരിക്കലും വിരൽ ചൂണ്ടാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. Do not allow us to point fingers ever in our life. യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ The body of Christ, അതേ ലെവലിൽ തന്നെ അവതരിപ്പിക്കാൻ, to reveal in that same manner, നിത്യജീവന്റെ കരുത്തോടെ അവതരിപ്പിക്കാൻ to reveal with the strength of the eternal life. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We surrender ourselves. പ്രാർത്ഥന കേട്ടതിന് നന്ദി. Thank you for hearing our prayer. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless this people. ഇവർ ക്വാളിറ്റി ഉള്ള ജനമാണ്. May this people become a people ഇവർ of ക്വാളിറ്റി quality. ഉള്ളവരായി തന്നെ തുടരട്ടെ. Let them continue in that quality. ഇവർ ആരെന്ന് ദേശം അറിയട്ടെ. Let the nations know who they are. തലമുറകൾ ഇവരെ ബഹുമാനിക്കത്തക്ക നിലയിൽ കർത്താവ് ഇവരിൽ വെളിപ്പെട്ടോട്ടെ. Lord, let you be revealed in them in a manner that generations will respect them. അതിനായി ഞാൻ ഇവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. And for that I give them into your ഞങ്ങളെ hands. മുറ്റും സമർപ്പിക്കും. We give ourselves entirely. പ്രാർത്ഥന കേട്ടതിന് നന്ദി. Thank you for hearing our prayer. മഹത്വം അങ്ങേക്ക്. All glory to you. യേശുവിൻ നാമത്തിൽ. In Jesus Christ's name. ആമേൻ. Amen. ആമേൻ. Amen. ദൈവമക്കളെ, People of God, ഡിസംബർ നഷ്ടപ്പെടുത്തരുത്. do not miss out on this ഒരു December. സ്പെഷ്യൽ ഫെലോഷിപ്പ്, A special fellowship. സ്പെഷ്യൽ കൂട്ടായ്മ A special fellowship കർത്താവായ യേശു ക്രിസ്തുവിനോടൊത്ത്, with Jesus Christ. ത്രിയേക ദൈവത്തോടൊത്ത് With triune God. നഷ്ടപ്പെടുത്തല്ലേ. Do not miss it. ഇതിനകത്തൊരു പകർച്ച നടക്കും. There is an impartation here. നീ വിശ്വസിച്ച നിത്യജീവനല്ല, You do not believe in eternal life, പകരം നീ അനുഭവിക്കുന്ന നിത്യജീവൻ, but what you experience is eternal life. അത് ഇമ്പാർട്ടാവും. That will be imparted. അതാണ് തലമുറയ്ക്ക് കൈമാറേണ്ടത്. That is what you have to നീ give to it. വിശ്വസിച്ച നിത്യജീവനല്ല കൈമാറേണ്ടത്. Don't impart a eternal life that you believed, നീ വിശ്വസിച്ച നിത്യജീവൻ നീ പ്രാപിക്കണം. but when you experience the one that you believe, അത് വേണം തലമുറയ്ക്ക്. and give that to the next അത് ആ generation, ഫെലോഷിപ്പിൽ കിട്ടും, that we will receive in the fellowship. ആ കൂട്ടായ്മയിൽ കിട്ടും. In that fellowship. അതിനായി നമുക്കൊരുങ്ങാം. And let us prepare ourselves for that. ഡിസംബർ അതിനുള്ളതാ. This December is for that. നമുക്ക് അതിനു വേണ്ടി ഓടാം. Let us run for that. 2022 In 2021, സ്പെഷ്യലായി മാറട്ടെ. let 2022 become special. നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങാം. Let us prepare ourselves for ദൈവം that. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. God bless you.